നിങ്ങൾ ഈ കെയോസ് തിയറിയെ കുറിച്ച് കേട്ടിട്ടില്ലേ? എന്താണ് കെയോസ് തിയറി? ലോകത്തിന്റെ ഏതെങ്കിലും ഒരു അറ്റത്ത് ഒരു ചെറിയ പൂമ്പാറ്റ ചിറകടിക്കുകയാണെങ്കിൽ ആ ചിറകടി കാരണം ലോകത്തിന്റെ മറ്റേ അറ്റത്ത് ഒരു ചുഴലിക്കാറ്റിന് വരെ കാരണമായേക്കാം. ഈ ഒരു കൺസെപ്റ്റിനെയാണ് കെയോസ് തിയറി എന്ന് പറയുന്നത്. വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു തിയറിയാണത്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമയുടെ കഥ പോകുന്നത്. ആദ്യം കാണിക്കുന്നത് ഈ ചിത്രത്തിലെ നായകനാണ്. ഇവന്റെ പേര് ഇവാൻ എന്നാണ്. ഇവൻ ഈ സിനിമയിൽ എല്ലാവരും വിളിക്കുന്നത് എവൻ എന്നാണ്. എന്നാൽ നമുക്കൊരു സുഖത്തിന് വേണ്ടിയിട്ട് ഇവാൻ എന്ന് വിളിക്കാം. ആദ്യം കാണിക്കുമ്പോൾ ഇവാൻ ഇപ്പൊ ഏതോ ഒരു ബിൽഡിങ്ങിനകത്താണ്. അവൻ വല്ലാതെ വെപ്രാളപ്പെട്ടിട്ടുണ്ട്. അവൻ ഏതോ റൂമിന്റെ അകത്തേക്ക് കയറി വാതിലടക്കുകയും ചെയ്തിട്ടുണ്ട്. പുറത്തുനിന്നാണെങ്കിൽ ആരൊക്കെയോ ആ വാതിലിൽ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഇവാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മേശയുടെ അടിയിലേക്ക് പോയിട്ട് ഒരു പേപ്പർ എടുത്തിട്ട് ഒരു കാര്യം എഴുതാൻ തുടങ്ങി. ഈ പേപ്പർ ഇനി ആരെങ്കിലും കാണുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്റെ പ്ലാനുകളൊന്നും വർക്കൗട്ട് ആയിട്ടില്ല, ഞാൻ ചിലപ്പോൾ മരിച്ചിട്ടുണ്ടാവും. പക്ഷെ എനിക്ക് എല്ലാത്തിന്റെ ആരംഭത്തിലേക്ക് പോകാൻ സാധിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ എനിക്ക് അവളെ രക്ഷിക്കാൻ പറ്റും എന്നാണ് അവൻ അതിൽ എഴുതി വെക്കുന്നത്. ഇവിടെയാണ് ഈ സിനിമയുടെ ടൈറ്റിൽ വരുന്നത്, ദ ബട്ടർഫ്ലൈ എഫക്ട്. ഇനി നമുക്ക് 13 വർഷങ്ങൾക്ക് പുറകിലേക്ക് പോവാം. അതായത് ഇവാന്റെ കുട്ടിക്കാലത്തേക്ക്. അവനിപ്പോ അവന്റെ നായക്കുട്ടിയുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവന് വളരെ പ്രിയപ്പെട്ടതാണ് ഈ നായ. ഇതിനെ അവൻ വിളിക്കുന്നത് ക്രോക്കറ്റ് എന്നാണ്. ഈ സമയത്താണ് അവന്റെ അമ്മ അവനെ വിളിക്കുന്നത്. അവന്റെ അമ്മ ഇത്രയും നേരമായിട്ട് അവരുടെ കാർ റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവനെ സ്കൂളിൽ കൊണ്ടാക്കണം. അതിനു വേണ്ടിയിട്ടാണ് അവരിങ്ങനെ വെപ്രാളത്തിൽ ആ കാർ പണിതുകൊണ്ടിരിക്കുന്നത്. ഈ ഇവാനെ സംബന്ധിച്ചിട്ട് എന്നും ഇവന്റെ അമ്മയാണ് അവനെ സ്കൂളിൽ കൊണ്ടാക്കുന്നത്. ഇവന്റെ അച്ഛൻ ഇതുവരെയായിട്ടും അവനെ സ്കൂളിൽ കൊണ്ടുപോയിട്ടില്ല. അതിന്റെ കാരണം ഇവന്റെ അച്ഛന് ഭ്രാന്താണ്. അതുകൊണ്ട് തന്നെ പുള്ളി ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിലാണ്. എങ്കിലും അച്ഛനെ കാണണം എന്നവൻ എങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. പക്ഷെ അമ്മ പറയുന്നത് ഇപ്പൊ നീ അച്ഛന്റെ അടുത്തേക്ക് പോകുന്ന അപകടമാണ്, അച്ഛൻ ഇപ്പൊ വയലന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണെന്നാണ്. അങ്ങനെ അവനെ പറഞ്ഞ് കൺവിൻസ് ഒക്കെ ചെയ്തിട്ട് അവന്റെ അമ്മ അവനെയും കൊണ്ട് സ്കൂളിലേക്ക് പോവാണ്. ഇവന്റെ അമ്മയുടെ പേര് ആൻഡ്രിയ എന്നാണ്. ഇവരൊരു നേഴ്സാണ്. അങ്ങനെ മകനെ സ്കൂളിൽ ഇറക്കിയതിനു ശേഷം അവരവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോഴാണ് ഇവാനെ പഠിപ്പിക്കുന്ന ടീച്ചർ അങ്ങോട്ട് വരുന്നത്. അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് അത്യാവശ്യമായിട്ട് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്, ഒന്ന് നിങ്ങൾ ക്ലാസ് റൂമിലേക്ക് വന്നതെന്നും പറഞ്ഞിട്ട് ആ ടീച്ചർ ആൻഡ്രിയയും കൂട്ടി ആ ക്ലാസ് റൂമിലേക്ക് പോവാണ്. അങ്ങനെ ക്ലാസ് റൂമിൽ എത്തിയതിനു ശേഷം അവരൊരു കാര്യം പറയാൻ തുടങ്ങി. ഞാൻ ആദ്യം ഈ കാര്യം പ്രിൻസിപ്പലിനെ അറിയിച്ചാലോ എന്നാണ് ആലോചിച്ചത്. പിന്നീട് എനിക്ക് തോന്നി ആദ്യം നിങ്ങളോട് പറയാമെന്ന്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ചത്. ഞാൻ കഴിഞ്ഞ ദിവസം കുട്ടികളുടെ അടുത്ത് നിങ്ങൾക്ക് ആരാവാനാണോ ആഗ്രഹം അതിന്റെ ഒരു ചിത്രം വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ കുട്ടികളും അവരുടെ പാരന്റ്സിന്റെ ജോലിയുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളാണ് വരച്ചത്. എന്നാൽ ഇവാൻ വരച്ചത് കണ്ട് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞിട്ട് അവരൊരു ചിത്രം എടുത്തിട്ട് ആൻഡ്രിയയെ കാണിച്ചു കൊടുക്കുകയാണ്. ആ ചിത്രം കണ്ട് ആൻഡ്രിയും ശരിക്കും ഞെട്ടിപ്പോയി. രണ്ടുപേരും അവിടെ താഴെ മരിച്ചു കിടക്കുന്നുണ്ട്. അവിടെ എഴുന്നേറ്റ് നിൽക്കുന്ന ആളാണെങ്കിൽ ഒരു കത്തി കയ്യിൽ പിടിച്ചിരിക്കുകയാണ്. മൊത്തം ചോരമയമാണ് ആ ചിത്രത്തില്. ഇവാൻ തന്നെയാണോ ഈ ചിത്രം വരച്ചത്? അവർ അത്ഭുതത്തോടെ ചോദിക്കുന്നു. അതെ ആൻഡ്രിയ, അവൻ തന്നെയാണ് വരച്ചത്. പക്ഷെ ഞാൻ അവനോട് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോ ഈ ചിത്രം വരച്ച കാര്യം അവന് ഓർമ്മയില്ല എന്നാണ് അവൻ എന്റെ അടുത്ത് പറഞ്ഞത് എന്നൊക്കെയാണ് ടീച്ചർ പറയുന്നത്. അതൊക്കെ കേട്ട് ആൻഡ്രിയ ആണെങ്കിൽ ഒന്നും മനസ്സിലാവാതെ നിൽക്കുകയാണ്. അങ്ങനെ ആ സംസാരത്തിന് ശേഷം ഞാൻ തൽക്കാലത്തേക്ക് ഈ ചിത്രം ഒന്ന് എടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് ആൻഡ്രിയ ആ ചിത്രവുമായിട്ട് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അന്ന് രാത്രി ആൻഡ്രിയ ഇവാനെയും കൊണ്ട് പോകുന്നത് ഒരു സൈക്യാട്രി ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ടാണ്. ഇതേ ഡോക്ടർ തന്നെയാണ് ഇവാന്റെ അച്ഛനെയും ചികിത്സിക്കുന്നത്. ഇയാളുടെ പേര് റെഡ്ഫീൽഡ് എന്നാണ്. അങ്ങനെ അവർ ഉടനെ തന്നെ അവന്റെ ബ്രെയിൻ ഒക്കെ സ്കാൻ ചെയ്യാൻ തുടങ്ങി. ആൻഡ്രിയയുടെ പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവാൻ എങ്ങാനും അവന്റെ അച്ഛന്റെ അസുഖം ഉണ്ടോ എന്നാണ്. അവർ ആ കാര്യം ഡോക്ടറിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെയൊന്നും നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തായാലും ഈ സ്കാനിങ്ങിന്റെ റിസൾട്ട് ഒക്കെ വരാൻ കുറച്ച് സമയം എടുക്കും. നെഗറ്റീവ് തന്നെ ആയിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ അവന് കാര്യങ്ങളൊന്നും ഓർമ്മയില്ല എന്നല്ല നീ പറഞ്ഞത്. അവന്റെ മെമ്മറി മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നിനക്ക് ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. അതായത് എല്ലാ ദിവസവും ഇവാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവനെ കൊണ്ട് ഒരു ഡയറിയിൽ എഴുതിക്കണം. എന്നിട്ട് പിറ്റേ ദിവസം കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങൾ എന്തൊക്കെ ഓർമ്മയുണ്ട് എന്ന് അവന്റെ അടുത്ത് ചെക്ക് ചെയ്യണം. എന്നിട്ട് ആ ഡയറിയുമായിട്ട് കൂട്ടി വായിച്ചു നോക്കുമ്പോൾ അവന്റെ ഓർമ്മ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നാണ് ഡോക്ടർ പറയുന്നത്. അവളാണെങ്കിൽ അതിന് സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ 7ാമത്തെ വയസ്സ് മുതൽ ഇവൻ ഡയറി എഴുതാൻ ആരംഭിക്കുകയാണ്. അങ്ങനെ സമയം രാവിലെയായി. ആൻഡ്രിയ ഇപ്പോ ജോലിക്ക് പോകാൻ റെഡി ആയിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ ദിവസം ഇവാൻ സ്കൂളിൽ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ തൽക്കാലം അവനെ അവന്റെ ഫ്രണ്ട്സിന്റെ വീട്ടിലാക്കിയിട്ട് പോവാം എന്നാണ് അവൾ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ അവൾ അവളുടെ ബാഗ് എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് ഇവാൻ അവളുടെ മുന്നിലേക്ക് വരുന്നത്. ഈ സമയം അവന്റെ കയ്യിൽ ഒരു കത്തിയുണ്ട്. അത് കണ്ട് ആൻഡ്രിയ ആണെങ്കിൽ ശരിക്കും ഞെട്ടി നിൽക്കുകയാണ്. കാരണം കുറച്ചു മുമ്പാണ് അവൻ അവിടെ ഇരുന്ന് ഡയറി എഴുതിക്കൊണ്ടിരുന്നത്. പെട്ടെന്നാണ് അവൻ അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. ഈ സമയം നീ എന്തിനാണ് ഈ കത്തി എടുത്തത് എന്നൊക്കെ അവൾ അവന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അവരത് ചോദിച്ച ഉടനെ തന്നെ അവൻ ആ കത്തി താഴെ ഇടാണ്. എങ്ങനെയാണ് അവൻ അടുക്കളയിലേക്ക് എത്തിയത് എന്ന കാര്യം പോലും അവന് ഓർമ്മയില്ല. എനിക്കൊന്നും ഓർമ്മയില്ല അമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ വല്ലാതെ സങ്കടപ്പെടാൻ തുടങ്ങി. അത് കാണുന്ന ആൻഡ്രിയ ആണെങ്കിൽ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് അവനെ സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ അവർ പ്ലാൻ ചെയ്ത പോലെ തന്നെ ആൻഡ്രിയ ഇവാനെയും കൊണ്ടുപോകുന്നത് അവന്റെ ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ വീട്ടിലേക്കാണ്. ജോർജ് എന്നാണ് ആ കുട്ടികളുടെ അച്ഛന്റെ പേര്. അങ്ങനെ ഇവാനെ ജോർജിനെ ഏൽപ്പിച്ചിട്ട് അവൾ വേഗം തന്നെ അവിടെ നിന്ന് പോവാണ്. ജോർജ് ആണെങ്കിൽ ഇവാനെയും കൊണ്ട് ആ വീടിന്റെ ബാക്ക് യാർഡിലേക്കാണ് പോകുന്നത്. അവിടെയാണ് അവന്റെ ഫ്രണ്ട്സ് നിൽക്കുന്നത്. അതിൽ ആ പെൺകുട്ടിയുടെ പേര് കേലി എന്നും അവളുടെ ബ്രദറിന്റെ പേര് ടോമി എന്നുമാണ്. ഇവാനെ കണ്ടപ്പോ തന്നെ കേലിക്ക് ശരിക്കും സന്തോഷമായി. ആ നീ വന്നോ? ഇന്ന് അച്ഛൻ ഒരു കാര്യം പ്ലാൻ ചെയ്തിട്ടുണ്ട്. അച്ഛന്റെ കയ്യിൽ ഒരു വീഡിയോ ക്യാമറ ഉണ്ട്. അത് വെച്ചിട്ട് അച്ഛൻ ഇന്നൊരു സിനിമ ഷൂട്ട് ചെയ്യാൻ പോവാണ്. അങ്ങനെ നമ്മളെല്ലാവരും ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോവാണ് എന്നൊക്കെയാണ് കേലി ഇങ്ങനെ സന്തോഷത്തോടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവൾ അതൊക്കെ
പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജോർജ് ആണെങ്കിൽ അയാൾ ആ ക്യാമറ ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അയാൾ അവന്റെ അടുത്തൊരു കാര്യം പറയുന്നുണ്ട്. ഒരു കാര്യം നീ പ്രത്യേകം ഓർമ്മിക്കണം, ഇന്നിവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ നീ വെളിയിൽ ആരോടും പറയരുത്. അതായത് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് ഇത് വളരെ സീക്രട്ട് ആയിരിക്കണം എന്നാണ് അയാൾ അവന്റെ അടുത്ത് പറയുന്നത്. ഇവാനാണെങ്കിൽ അതിന് സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അടുത്ത സെക്കൻഡിൽ അവന് ബ്ലാക്ക് ഔട്ട് ആവുകയാണ്. പിന്നെ അവനൊന്നും ഓർമ്മയില്ല. അവൻ നോക്കുമ്പോൾ അവരിപ്പോ നിൽക്കുന്നത് വേറൊരു റൂമിലാണ്. ജോർജ് ആണെങ്കിൽ അയാളുടെ ക്യാമറ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട്. ആ ബാക്ക് യാർഡിൽ നിന്നും ആ റൂമിലേക്ക് എത്തിയത് വരെയുള്ള ഒരു കാര്യം അവൻ ഓർമ്മയില്ല. മാത്രമല്ല മറ്റൊരു കാര്യം കൂടെ അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. അവൻ ദേഹത്ത് ഡ്രസ്സൊന്നും ധരിച്ചിട്ടില്ല. അതുപോലെ തന്നെയാണ് കേലി നിൽക്കുന്നത്. അവളും ഡ്രസ്സൊന്നും ധരിച്ചിട്ടില്ല. ഈ ഒരു കണ്ടീഷനിലാണ് അയാൾ അവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല അയാളാണ് ഈ കള്ളു കുടിച്ചോണ്ടാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്താണ് അവൻ ജോർജിനോട് കാര്യങ്ങൾ ചോദിക്കുന്നത്. ഞാൻ എവിടെയാണ് ഇപ്പൊ നിൽക്കുന്നത്? ഞാൻ ബാക്ക് യാർഡിൽ നിന്ന് എങ്ങനെയാണ് ഇങ്ങോട്ട് എത്തിയത്? എനിക്കൊന്നും ഓർമ്മയില്ലല്ലോ എന്നൊക്കെയാണ് അവനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ നീ ഒന്ന് അടങ്ങിവാൻ, ഞാൻ പറഞ്ഞു തന്ന പോലെയൊക്കെ നീ നിൽക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നീ കുരുത്തക്കേട് കാണിച്ചു എന്നൊക്കെ ഞാൻ നിന്റെ അമ്മേന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നത് മര്യാദയ്ക്ക് കേട്ടാൽ മതി എന്നൊക്കെയാണ് ജോർജ് അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്താണ് അവൻ കേലിയെ നോക്കുന്നത്. അവളാണെങ്കിൽ വല്ലാത്തൊരു ഷോക്കിലാണ് അവിടെ നിൽക്കുന്നത്. ഒരു കാര്യം പോലും അവൾ സംസാരിക്കുന്നില്ല. അവളുടെ കണ്ണും നിറയുന്നുണ്ട്. ഈ സമയം ടോമി ആണെങ്കിൽ അവിടുത്തെ സ്റ്റെയർ കേസിന്റെ മുകളിലാണ്. അവൻ അവിടെ ഇരുന്നിട്ട് ഒരു പാവയുടെ തല ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്ര ചെറുപ്രായമാണെങ്കിലും വളരെ കുരുത്തങ്കെട്ട സ്വഭാവമാണ് ഈ ടോമിക്ക്. അങ്ങനെ 2-3 ദിവസങ്ങൾ കഴിഞ്ഞു. ആൻഡ്രി ഇപ്പോ ആ ഡോക്ടറിന്റെ അടുത്താണ് നിൽക്കുന്നത്. ഇവാന്റെ ബ്രെയിൻ സ്കാൻ ചെയ്തതിന്റെ ആ റിസൾട്ട് ഒക്കെ വന്നിട്ടുണ്ട്. ഡോക്ടർ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൊണ്ടും പേടിക്കണ്ട, അവന്റെ ബ്രെയിനിന് ഒരു കുഴപ്പവുമില്ല. പിന്നെ അവൻ ഇടയ്ക്കിടയ്ക്ക് ബ്ലാക്ക് ഔട്ട്സ് ഉണ്ടാവുന്നുണ്ടല്ലോ, അത് ചിലപ്പോ സ്ട്രെസ്സുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കാം എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ പക്ഷെ അവന് 7 വയസ്സല്ലേ ആകെ ആയിട്ടുള്ളൂ. ഈ പ്രായത്തിൽ അവന് എന്ത് സ്ട്രെസ് ഉണ്ടാവാനാണ്? അവൾക്ക് അത്ഭുതമായി. അത് മറ്റൊന്നുമല്ല ആൻഡ്രിയ, അവൻ അവന്റെ അച്ഛനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിരിക്കും. 7 വയസ്സുള്ള ഒരു പയ്യൻ എന്തായാലും അവന്റെ അച്ഛന്റെ കൂടെ തന്നെയാണ് വളരേണ്ടത്. പക്ഷെ അവന്റെ അവസ്ഥ അങ്ങനെയല്ലല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം, തൽക്കാലത്തേക്ക് നമുക്ക് അവന്റെ അച്ഛനെ ഒന്ന് കൊണ്ട് കാണിക്കാം. ഇപ്പൊ അത് ചെയ്യാൻ പാടില്ലാത്തതാണ്, കാരണം പുള്ളി വയലന്റ് ആണ്. എങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സെഡേറ്റീവ് ഒക്കെ കൊടുത്തിട്ട് അയാളെ ഒന്ന് കൺട്രോളിൽ ഇരുത്താം. എന്നിട്ട് ഇവാനെ നമുക്ക് അയാളുടെ മുന്നിലേക്ക് കൊണ്ടുപോവാം എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അങ്ങനെ ഉടനെ തന്നെ ആൻഡ്രി ഇവാനെയും കൊണ്ട് അവന്റെ അച്ഛനുള്ള ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവൻ അവന്റെ ഡയറിയിൽ എഴുതുന്നുണ്ട്. അങ്ങനെ മെന്റൽ ഹോസ്പിറ്റലിൽ എത്തിയതിനു ശേഷം ഇവാൻ അവരൊരു റൂമിന്റെ അകത്തേക്കാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ അവൻ അവിടെ ഇരുത്തി കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോൾ അവന്റെ അച്ഛനെ അവന്റെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. ലോക്ക് ചെയ്തിട്ടാണ് പുള്ളി അങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അവന്റെ അച്ഛന്റെ പേര് ജെയ്സൺ എന്നാണ്. കുറെ കാലത്തിന് ശേഷമാണ് അവന്റെ അച്ഛനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കൗതുകത്തോടെ അയാളെ തന്നെ നോക്കിയിരിക്കുകയാണ് അവൻ. ഈ സമയം അവന്റെ അച്ഛൻ അവനോട് സംസാരിക്കാൻ തുടങ്ങി. നീ പേടിക്കൊന്നും വേണ്ട, ഞാൻ നിന്നെ ഒന്നും ചെയ്യത്തില്ല എന്നാണ് അയാൾ പറയുന്നത്. അത് കേൾക്കുന്ന അവനാണെന്നുണ്ടെങ്കിൽ ചില വിശേഷങ്ങളൊക്കെ അവന്റെ അച്ഛൻ്റെ അടുത്ത് പറയാൻ തുടങ്ങി. അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അടുത്ത സെക്കൻഡിൽ പെട്ടെന്ന് അവനൊരു ബ്ലാക്ക് ഔട്ട് ഉണ്ടാവുകയാണ്. പിന്നീട് അവൻ നോക്കുമ്പോൾ അവന്റെ അച്ഛൻ അവന്റെ കഴുത്തിന് പിടിച്ചിങ്ങനെ ഞെരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ കാണിച്ചിട്ടും അവൻ അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല. ഈ സമയത്താണ് അവന്റെ അമ്മ അലറിക്കൊണ്ട് ആ റൂമിന്റെ അകത്തേക്ക് കയറുന്നത്. അപ്പോഴേക്കും ഗാർഡ്സ് ഒക്കെ വന്നിട്ട് അയാൾ അവിടെ നിന്ന് പിടിച്ചു മാറ്റാൻ തുടങ്ങി. അവരയാളെ പിടിച്ചു വെക്കാൻ ശ്രമിക്കുമ്പോൾ അയാൾ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് എന്റെ മകൻ ഇനി ജീവിക്കാൻ പാടില്ല, അവനെ കൊല്ലുക മാത്രമേ വഴിയുള്ളൂ എന്നൊക്കെയാണ് അയാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അയാൾ പിടിച്ചിട്ട് നിൽക്കാത്ത കാണുമ്പോൾ ഒരു സെക്യൂരിറ്റി ഗാർഡ് ഒരു വടി വെച്ചിട്ട് അയാളുടെ തലയ്ക്ക് ഒരു അടി കൊടുക്കുകയാണ്. നല്ല അടിയാണ് ആ സെക്യൂരിറ്റി ഗാർഡ് അടിച്ചത്. അതുകൊണ്ട് തന്നെ ജേസൺ സ്പോട്ടിൽ മരിച്ചു പോവാണ്. അങ്ങനെ ജേസന്റെ ഫ്യൂണറൽ നടക്കുകയാണ്. ഈ സമയം അവന്റെ ഫ്രണ്ട്സ് ആയിട്ട് കേലി മാത്രമേ അങ്ങോട്ട് വന്നിട്ടുള്ളൂ. അവക്കും നല്ല വിഷമമുണ്ട്. അങ്ങനെ ആ ഫ്യൂണറലിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ആൻഡ്രി അവരെയും കൊണ്ട് വീട്ടിലേക്ക് പോകാൻ തുടങ്ങി. ഈ സമയം കേലിയും അവരുടെ കാറിനകത്ത് ഇരിക്കുന്നുണ്ട്. അവൾ ഇപ്പോഴും ആരോടൊന്നും സംസാരിക്കുന്നില്ല. നേരത്തെ ആ ഷോക്ക് ഇതുവരെയായിട്ട് അവളെ വിട്ട് പോയിട്ടില്ല. അങ്ങനെ 6 വർഷങ്ങൾ കഴിഞ്ഞു. പിള്ളേരെല്ലാം ശരിക്കും വളർന്നു. വളരുന്നതിനനുസരിച്ച് എല്ലാത്തിനും നല്ല കുരുത്തം കെട്ട സ്വഭാവമാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പൊ 13 വയസ്സേ അവർക്കായിട്ടുള്ളൂ. എന്നാൽ ഇപ്പൊ തന്നെ എല്ലാവരും സിഗരറ്റ് ഒക്കെ വലിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഇവാനും കൂട്ടരും ടോമിയുടെ വീട്ടിലാണ്. ഇവാനും കേലിയും ആണെങ്കിൽ അവിടെ ഇരുന്ന് സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ടോമി ആണെങ്കിൽ ഒരു സാധനം തപ്പുകയാണ്. ഇപ്പൊ അവർക്ക് പുതിയൊരു സുഹൃത്തും കൂടെ ഉണ്ട്. ഇവന്റെ പേര് ലെന്നി എന്നാണ്. അങ്ങനെ കുറച്ച് സമയം അവിടെയൊക്കെ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ടോമിക്ക് ഒരു ഫ്ലാസ്കിന്റെ അകത്തു നിന്നാണ് അവൻ തപ്പിക്കൊണ്ടിരുന്ന ആ സാധനം കിട്ടിയത്. അതൊരു ഡൈനാമിറ്റ് ആയിരുന്നു. അത് വെച്ചിട്ട് ഒരു വീടിന്റെ ലെറ്റർ ബോക്സ് തകർക്കാനാണ് അവനിപ്പോ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇമ്മാതിരി കുരുത്തം കെട്ട സ്വഭാവമാണ് ഈ ടോമിക്ക്. ബാക്കിയുള്ളവർക്ക് ആർക്കും അത് ഇൻട്രസ്റ്റ് ഒന്നുമില്ല. എങ്കിലും അവന്റെ നിർബന്ധത്തിനാണ് അവരെല്ലാവരും അവന്റെ കൂടെ പോകുന്നത്. അങ്ങനെ ആ വീടിന്റെ മുന്നിലെത്തിയതിനു ശേഷം ടോമിയുടെ നിർബന്ധപ്രകാരം ലെന്നിയാണ് ആ ഡൈനാമിറ്റ് എടുത്തിട്ട് ആ ലെറ്റർ ബോക്സിന്റെ അകത്തേക്ക് കൊണ്ടുവയ്ക്കുന്നത്. അങ്ങനെ ലെന്നി അത് അവിടെ വെച്ചതിന് ശേഷം തിരിച്ച് അവന്റെ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് പോവാണ്. ഇവാനാണെങ്കിൽ ഒരു സിഗരറ്റ് കത്തിച്ചിട്ടുണ്ട്. അത് പൊട്ടുന്ന സൗണ്ട് കേലിക്ക് പേടിയാണ് എന്ന കാര്യം ഇവാൻ അറിയാം. അതുകൊണ്ട് തന്നെ ആ സിഗരറ്റ് അവന്റെ വായിൽ വെച്ചിട്ട് അവൻ അവളുടെ ചെവി ഇങ്ങനെ പൊത്തിപ്പിടിക്കുകയാണ്. പക്ഷെ പെട്ടെന്നാണ് ഇവാന് ബ്ലാക്ക് ഔട്ട് ആവുന്നത്. പിന്നീട് അവൻ നോക്കുമ്പോൾ അവരെല്ലാവരും കാട്ടിലാണ് നിൽക്കുന്നത്. അവരെല്ലാവരും കൂടെ ലെന്നി എങ്ങനെ തൂക്കിയെടുത്തിരിക്കുകയായിരുന്നു. ഇവാൻ ബോധത്തിലേക്ക് വരുമ്പോൾ അവൻ ലെന്നിയുടെ ദേഹത്തുള്ള പിടി വിട്ടുപോവാണ്. ലെന്നി ആണെങ്കിൽ നേരെ താഴേക്ക് വീഴുകയും ചെയ്യുന്നു. അവനിപ്പോ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് കിടക്കുന്നത്. ഈ സമയം
ടോമി ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. നീ എന്താണ് ഇവാനെ കാണിച്ചത്? നീ എന്തിനാണ് ഇവനെ വിട്ടത്? ഇവനെ എഴുന്നേൽപ്പിക്ക്, നമുക്ക് ഉടനെ തന്നെ ഇവനെ വീട്ടിലേക്ക് കൊണ്ടുപോകണം എന്നൊക്കെയാണ് ടോമി അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവാന്റെ കാര്യമാണെങ്കിൽ ആ ലെറ്റർ ബോക്സിന്റെ അടുത്ത് നിന്നും ഈ കാട്ടിലേക്ക് എങ്ങനെയാണ് എത്തിയത് എന്ന് എത്ര ആലോചിച്ചിട്ട് അവന് മനസ്സിലാവുന്നില്ല. അങ്ങനെ അവർ വേഗം തന്നെ ലെന്നിയെ കൊണ്ട് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ വീട്ടിലെത്തിയതിനു ശേഷം ആംബുലൻസ് ഒക്കെ അങ്ങോട്ട് വന്നിട്ടുണ്ട്. അവർ ഉടനെ തന്നെ ലെന്നിയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ഈ സമയത്താണ് ആൻഡ്രി അങ്ങോട്ട് വരുന്നത്. ലെന്നിയുടെ അമ്മയാണെങ്കിൽ നല്ല ദേഷ്യത്തിലാണ് അവിടെ നിൽക്കുന്നത്. ആൻഡ്രി അങ്ങോട്ട് എത്തിയ ഉടനെ തന്നെ നേരെ ഇവാന്റെ അടുത്തേക്കാണ് പോകുന്നത്. എന്നാൽ ഇവാൻ ഒന്നും ഓർമ്മയില്ലാത്തതുകൊണ്ട് അവനൊരു കാര്യം പറയുന്നില്ല. ഈ സമയം ടോമി അവരുടെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി. ഞങ്ങൾ കാട്ടിന്റെ അകത്ത് മണ്ണുകൊണ്ട് ഒരു സാധനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ലെന്നിക്ക് എന്തോ സംഭവിച്ചു. അതുകൊണ്ട് തന്നെ ഉടനെ ഞങ്ങൾ അവനെയും കൊണ്ട് ഇങ്ങോട്ട് പോന്നു എന്നൊക്കെയാണ് ടോമി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ കാര്യം അവൻ വെറുതെ പറഞ്ഞതാണ്. അങ്ങനെയല്ല യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്. പക്ഷെ ഇവാൻ ആ കാര്യം അറിയത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവന്റെ അമ്മ അവന്റെ അടുത്ത് ചോദിക്കുമ്പോൾ എനിക്കൊന്നും ഓർമ്മയില്ല എന്നാണ് അവൻ മറുപടി പറയുന്നത്. മാത്രമല്ല അവൻ വല്ലാതെ കരയുന്നുണ്ട്. അങ്ങനെ വീട്ടിലെത്തിയതിനു ശേഷം ഇവാൻ വീണ്ടും അവന്റെ ഡയറി എഴുതാൻ തുടങ്ങി. അവൻ അതിൽ എഴുതുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് അവസാനമായിട്ട് ഓർമ്മയുള്ളത് ഞാൻ ആ ലെറ്റർ ബോക്സിന്റെ മുന്നിൽ നിൽക്കുന്നതാണ്. ആ ഡൈനാമിറ്റ് പൊട്ടുന്ന സൗണ്ട് കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കേലിയുടെ ചെവി ഇങ്ങനെ പൊത്തി പിടിച്ചിരിക്കുകയായിരുന്നു. ഇത്രം വരെ എനിക്ക് ഓർമ്മയുള്ളൂ. അതിനുശേഷം പിന്നീട് ഞാൻ കാട്ടിലായിരുന്നു എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവൻ അതിൽ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതൊക്കെ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവൻ വേറൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവിടെ താഴെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്. അത് അവന്റെ അച്ഛന്റെ ബോക്സ് ആണ്. അവൻ ഉടനെ തന്നെ അതൊക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങി. അതിനകത്ത് നിന്നും അവന്റെ അച്ഛൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന കുറെ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ അവന് കിട്ടുന്നുണ്ട്. പക്ഷെ അത് കണ്ടിട്ട് അവനൊന്നും മനസ്സിലാവുന്നില്ല. പിന്നീട് അവന് കിട്ടുന്നത് അവന്റെ അച്ഛന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ആണ്. അതിൽ നിന്നും അവന്റെ മുത്തച്ഛനും ഭ്രാന്തായിരുന്നു എന്ന കാര്യം അവന് മനസ്സിലായി. അങ്ങനെ പിറ്റേ ദിവസം തന്നെ ആൻഡ്രി അവനെയും കൊണ്ട് പോകുന്നത് ആ ഡോക്ടറുടെ അടുത്തേക്കാണ്. ഡോക്ടർ ഇപ്പോ കഴിഞ്ഞ ദിവസം എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവനിങ്ങനെ ഹിപ്നോട്ടൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ആ ലെറ്റർ ബോക്സിന്റെ അടുത്ത് നിൽക്കുകയായിരുന്നു. അതിനിടയിൽ ഞാൻ കേലിയുടെ ചെവി ഇങ്ങനെ പൊത്തിപ്പിടിക്കുകയായിരുന്നു എന്നാണ് അവൻ ആദ്യം പറയുന്നത്. അതിനുശേഷം പിന്നീട് കാട്ടിൽ നടന്ന കാര്യങ്ങളാണ് അവൻ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ അവിടെ നിന്നും എങ്ങനെയാണ് നീ കാട്ടിലേക്ക് എത്തിയത്? നീ അതൊന്ന് ഓർത്തു നോക്ക്, തീർച്ചയായിട്ടും നിനക്കത് ഓർമ്മ വരും എന്നൊക്കെ ഡോക്ടർ ഇങ്ങനെ അവനോട് നിർബന്ധിക്കാൻ തുടങ്ങി. ഈ സമയം അവൻ വളരെ കഷ്ടപ്പെട്ട് അത് ഓർത്തെടുക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ കുറെ ശ്രമിച്ചു കഴിയുമ്പോൾ അവൻ വേറൊരു കാര്യം കാണുന്നുണ്ട്. അവൻ അവളുടെ ചെവി ഇങ്ങനെ പൊത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാർ ആ വീട്ടിലേക്ക് വരുന്നുണ്ട്. ആ കാര്യമാണ് അവനിപ്പോ കാണുന്നത്. അത് അവൻ ഡോക്ടറുടെ അടുത്ത് പറയാൻ തുടങ്ങി. വല്ലാതെ സ്ട്രെസ് എടുത്തിട്ടാണ് അവൻ ആ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവന്റെ മൂക്കിൽ നിന്നൊക്കെ വല്ലാണ്ട് ചോര വരാൻ തുടങ്ങി. മാത്രമല്ല അവൻ വല്ലാണ്ട് വിറയ്ക്കുന്നുണ്ട്. അതെല്ലാം കാണുമ്പോൾ ഇനി അവൻ ആ സ്റ്റേജിൽ കിടത്തി കഴിഞ്ഞാൽ പ്രശ്നമാണ് എന്ന കാര്യം ഡോക്ടർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അയാൾ ഉടനെ തന്നെ അവനെ ഉണർത്തുകയാണ്. അങ്ങനെ അവൻ ബോധത്തിലേക്ക് വന്നപ്പോൾ അവന് വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഇവാനും ഫ്രണ്ട്സും കൂടെ ഒരു സിനിമ കാണാൻ വേണ്ടി ഒരു തിയേറ്ററിലേക്ക് വന്നിരിക്കുകയാണ്. 7 എന്ന സിനിമയാണ് അവിടെ കളിക്കുന്നത്. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് തിയേറ്ററിന്റെ അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് ഇവാൻ കേലിയുടെ അടുത്ത് ആ കാര്യം ചോദിക്കുന്നത്. എന്താണ് സംഭവിച്ചത് എന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ആ മെസ്സേജ് ബോക്സിന്റെ അടുത്ത് നിന്നും കാട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് എന്താണ് സംഭവിച്ചത് എന്നൊക്കെയാണ് അവനിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കേൾക്കുന്ന ടോമി ആണെങ്കിൽ വേഗം ചെന്നിട്ട് അവന്റെ കഴുത്തിന് പിടിക്കുകയാണ്. അതിനുശേഷം ഇനി മേലാൽ ആ കാര്യത്തിനെ കുറിച്ച് ഞങ്ങളോട് സംസാരിച്ചേക്കരുത്, സംസാരിച്ച നിന്റെ തലയിടിച്ച് ഞാൻ പൊളിക്കും എന്നാണ് അവൻ ദേഷ്യത്തോടെ പറയുന്നത്. അങ്ങനെ അവർ തിയേറ്ററിന്റെ അകത്തേക്ക് കയറി സിനിമ കാണാൻ തുടങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ ടോമി ഒരു കുരുത്തം കെട്ട ചെറുക്കനാണെന്ന്? വളരുന്നതിനനുസരിച്ചിട്ട് അവന്റെ കുരുത്തക്കേട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ സിനിമയിൽ ഓരോ സീൻ ഇങ്ങനെ കാണുമ്പോൾ അവൻ വളരെ വൃത്തിയായിട്ട കാര്യങ്ങളാണ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല അവിടെ ഇരിക്കുന്ന ആൾക്കാർക്കും അവൻ നല്ല രീതിയിൽ ശല്യം ഉണ്ടാക്കുന്നുണ്ട്. ഈ സമയം അവർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു മർഡർ സീനാണ്. അത് കാണുന്ന കേലിക്കാണെങ്കിൽ വല്ലാണ്ടാവാൻ തുടങ്ങി. അവൾ ഉടനെ തന്നെ ആ തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അത് കാണുന്ന ഇവാനും അവളുടെ പുറകെ പോകുന്നു. അവളെ വല്ലാതെ സങ്കടപ്പെട്ട് നിൽക്കുന്ന കാണുമ്പോൾ എന്താ നിനക്ക് പറ്റിയത് എന്നാണ് അവൻ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ നീ ശരിക്കും പറ, അന്ന് എന്താണ് നടന്നത് എന്ന കാര്യം നിനക്ക് തീരെ ഓർമ്മയില്ലേ? അവൾ ചോദിക്കുന്നു. ഇല്ല എന്ന് തന്നെയാണ് അവൻ മറുപടി പറയുന്നത്. അത് കേൾക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ നീ വളരെ ഭാഗ്യം ചെയ്തവനാണ്, എനിക്ക് ആ കാര്യം ഓർക്കുമ്പോൾ തന്നെ പേടിയാവുന്നു എന്നൊക്കെയാണ് അവള് പറയുന്നത്. അത് കേൾക്കുമ്പോൾ നീ എന്തിനാണ് ഇനി ആ കാര്യം ഓർത്ത് വിഷമിക്കുന്നത്? എല്ലാം ശരിയാവും, ലെന്നി ഓക്കെ ആയിക്കോളും, നീ വിഷമിക്കാതിരിക്കേ എന്ന് പറഞ്ഞിട്ട് അവൻ അവളുടെ ദേഹത്ത് കെട്ടി അവളെ സമാധാനിപ്പിക്കാൻ തുടങ്ങി. ഈ സമയം അവൻ അവളുടെ ദേഹത്ത് തൊടുമ്പോൾ അവൾക്ക് വല്ലാതെ വേദനിക്കുന്നുണ്ട്. അവൾ ഉടനെ തന്നെ അവളുടെ ബനിയൻ പൊക്കി കാണിച്ചു കൊടുക്കുകയാണ്. അവളുടെ കൈ മൊത്തം അടിച്ച പാടുകളാണ്. ലെന്നിയുടെ അവസ്ഥയ്ക്ക് കാരണം ഞാനാണെന്നും പറഞ്ഞിട്ട് അച്ഛൻ എന്നെ ഉപദ്രവിച്ചതാണ് എന്നൊക്കെയാണ് അവൾ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ നിന്റെ അച്ഛനാണോ നിന്നിങ്ങനെ ഉപദ്രവിച്ചത്? അയാൾ എന്ത് വൃത്തിയായിട്ടവനാ? നിന്റെ ബ്രദറും നിന്റെ അച്ഛനെ പോലെ തന്നെയാണ്. ഒരിക്കലും ഇങ്ങനെയുള്ള ആളുകളുടെ കൂടെ ആയിരുന്നില്ല നീ ജനിക്കേണ്ടത്. നിനക്ക് ഇതിലും നല്ലൊരു ലൈഫ് കിട്ടേണ്ടതാണ്. നിനക്കൊരു കാര്യം അറിയോ, ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ഭംഗിയുള്ള ഒരു പെൺകുട്ടിയാണ് നീ എന്നൊക്കെയാണ് അവനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവന് കേലിയെ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു അവസരത്തിലാണ് അവൻ അവന്റെ ആ ഇഷ്ടം അവളുടെ അടുത്ത് തുറന്നു പറയുന്നത്. അവക്കും ഇവാനെ ഭയങ്കര ഇഷ്ടം തന്നെയാണ്. അങ്ങനെ അവർ തമ്മിൽ പരസ്പരം കിസ് ചെയ്യാൻ തുടങ്ങി. ഇതും കണ്ടുകൊണ്ടാണ് ആ ടോമി അങ്ങോട്ട് വരുന്നത്. ആളൊരു വൃത്തികെട്ടവനാണെങ്കിലും അവന്റെ സിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഭയങ്കര ജീവനാണ്. അതുകൊണ്ട് തന്നെ ഇവാൻ അവളെ കിസ് ചെയ്യുന്ന കാണുമ്പോൾ അവൻ ആ ദേഷ്യം കണ്ട് അടക്കാൻ പറ്റുന്നില്ല. അവൻ ഇവാനെ ഇടിക്കാൻ വേണ്ടി അവന്റെ അടുത്തേക്ക് നടക്കുമ്പോഴാണ് പെട്ടെന്ന് അപ്പുറത്ത് നിന്നിരുന്ന ഒരുത്തൻ അവനെ
കാല് വെച്ച് തള്ളിയിടുന്നത്. അത് കാണുമ്പോൾ അവന്റെ ദേഷ്യം ഇങ്ങനെ കൂടാൻ തുടങ്ങി. ഈ സമയം അവൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ വേഗം ചെന്നിട്ട് അവനെ തള്ളിയിട്ട് അവനെ പിടിച്ചിടിക്കാൻ തുടങ്ങി. ഇടിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കിൻഡിൽ ഇടിയാണ് ഇടിക്കുന്നത്. അവനെക്കാളും നല്ല പ്രായമുണ്ട് ആ പയ്യൻ. ഇങ്ങനെ ഇടി കിട്ടിയിട്ടും അവന് തിരിച്ചൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവനാ കാണിക്കുന്നൊക്കെ കണ്ടിട്ട് ഇവാനും കേലിയും ശരിക്കും അന്തം വിട്ട് നിൽക്കുകയാണ്. ഈ സമയത്താണ് അവിടുത്തെ സെക്യൂരിറ്റീസ് ഒക്കെ വന്നിട്ട് അവനെയും പിടിച്ചോണ്ട് അവിടെ നിന്ന് പോകുന്നത്. ഈ സമയം ടോമി ആണെങ്കിൽ ഇവാനെ നോക്കി ഒരു ചിരി ഇരിക്കുന്നുണ്ട്. ഒരു വല്ലാത്ത ചിരിയായിരുന്നു അത്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ലെന്നി ആണെങ്കിൽ ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. അവൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി അവന്റെ വീട്ടിലാണ്. അവനെ കാണാൻ വേണ്ടി ഇവാനും കേലിയും അങ്ങോട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ലെന്നി ഒന്ന് നോർമൽ ആക്കാൻ വേണ്ടിയിട്ട് അവര് രണ്ടുപേരും കൂടെ ലെന്നിയെ വിളിച്ച് നേരെ പോകുന്നത് ഒരു ജങ്ക്യാർഡിലേക്കാണ്. ഈ കേട് വന്ന കാറുകളൊക്കെ കൂട്ടിയിട്ടിരിക്കുന്ന കാട് പോലുള്ള ഒരു സ്ഥലമാണത്. അവിടേക്കാണ് അവരിപ്പോ പോകുന്നത്. ഈ സമയം അവർ നോക്കുമ്പോൾ അവിടെ നിന്ന് വല്ലാണ്ട് പുക വരുന്നുണ്ട്. അത് കണ്ട ഉടനെ തന്നെ അവർ ആ ഭാഗത്തേക്ക് ഓടി പോവാണ്. ആ സ്ഥലത്തിരിക്കുന്നത് ടോമിയാണ്. അവനിപ്പോ ഇവാന്റെ പട്ടിയായ ക്രോക്കറ്റിനെ പിടിച്ചിട്ടുണ്ട്. ആ പട്ടിയെ അവൻ ചാക്കിന്റെ അകത്തേക്കിട്ട് കെട്ടുകയാണ്. അതിനുശേഷം അതിനെ കത്തിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ മേലെ പെട്രോളൊക്കെ ഒഴിക്കാൻ തുടങ്ങി. ഇതും കണ്ടുകൊണ്ടാണ് ഇവാനും കൂട്ടിനും അങ്ങോട്ട് വരുന്നത്. നീ എന്റെ നായൻ എന്താണ് ചെയ്യുന്നത് എന്നും ചോദിച്ചുകൊണ്ട് ഇവാൻ അവന്റെ അടുത്തേക്ക് ഓടാൻ തുടങ്ങി. അത് കണ്ട ഉടനെ തന്നെ ടോമി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവിടെ കിടന്നൊരു പട്ടിക എടുത്തിട്ട് ഇവാന്റെ തലയ്ക്ക് ഒരു അടി കൊടുക്കുകയാണ്. എന്നാൽ ആ അടി കൊള്ളുന്നത് ഇവാനല്ല, കേലിയുടെ മുഖത്താണ് ആ അടി കൊള്ളുന്നത്. അതോടൊപ്പം തന്നെ അവൾ തെറിച്ച് താഴേക്ക് വീഴുകയും ചെയ്യുന്നു. നല്ല അടിയാണ് കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവളുടെ മുഖത്തൊരു വലിയ പൊട്ടലുണ്ടായിരിക്കുകയാണ്. മാത്രമല്ല അവളുടെ ബോധം പോവുകയും ചെയ്തിട്ടുണ്ട്. ഈ സമയം നീ കാരണമാണ് ആ അടി അവക്ക് കൊണ്ടതെന്നും പറഞ്ഞിട്ട് ടോമി ഇവാനെ പിടിച്ചടിക്കാൻ തുടങ്ങി. അങ്ങനെ അവനെ അടിച്ച് താഴെ ഇട്ടതിന് ശേഷം ടോമി അവിടെ നിന്ന് നടക്കുകയാണ്. ഈ സമയം ഇവാനാണെങ്കിൽ കേലി എങ്ങനെ വിളിച്ചെഴുന്നേപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവളെ കണ്ണു ഓർക്കുന്നില്ല. അതിനിടയിലാണ് ടോമി അവന്റെ അടുത്തൊരു കാര്യം പറയുന്നത്. നീ എന്റെ സിസ്റ്ററിനെ കിസ് ചെയ്യാനായല്ലേ, അതിനുള്ള ശിക്ഷയാണ് ഇതെന്നും പറഞ്ഞിട്ട് അവൻ ആ പട്ടിയുടെ ദേഹത്തേക്ക് തീ വെക്കാൻ തുടങ്ങി. അത് കണ്ട ഉടനെ തന്നെ ഇവാൻ അവനെ തടയാൻ വേണ്ടി അവന്റെ അടുത്തേക്ക് ഓടുകയാണ്. പെട്ടെന്നാണ് അവൻ ബ്ലാക്ക് ഔട്ട് ആവുന്നത്. പിന്നീട് അവൻ ബോധം വരുമ്പോൾ അവൻ അവിടെ തന്നെയാണ് കിടക്കുന്നത്. കേലിക്ക് ബോധം വന്നിട്ടുണ്ട്. മാത്രമല്ല ടോമി ആണെങ്കിൽ അവിടെ ഇല്ല. ഈ സമയത്താണ് അവൻ ആ ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത്. ടോമി ആ നായക്ക് തീ കൊടുത്തു. അതിപ്പോ മൊത്തത്തിൽ കത്തി കരിഞ്ഞിരിക്കുകയാണ്. അത് നോക്കിക്കൊണ്ട് ലെന്നി അവിടെ നിൽക്കുന്നുണ്ട്. അവനും വല്ലാത്തൊരു സങ്കടത്തിലാണ്. അങ്ങനെ ഇത്രയും പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ട് തന്നെ ഇവാന്റെ അമ്മ തീരുമാനിച്ചിരിക്കുന്നത് ആ സ്ഥലം വിട്ടു പോവാന്നുള്ളതാണ്. കുറെ ദിവസമായി അവർ ഈ കാര്യം പ്ലാൻ ചെയ്തിട്ട് ഇന്നത്തെ ദിവസമാണ് അവർ അവിടെ നിന്ന് പോകുന്നത്. ഈ സമയത്താണ് അവനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് കേലി അവന്റെ അടുത്തേക്ക് ഓടി വരുന്നത്. എന്നാൽ അവൾ അവന്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും ആൻഡ്രി ആണെങ്കിൽ വണ്ടി അവിടെ നിന്ന് എടുക്കുകയാണ്. അവളിങ്ങനെ ഓടി വരുന്നത് കാണുമ്പോൾ ഇവാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു പേപ്പർ എടുത്തിട്ട് അതിലൊരു കാര്യം എഴുതാൻ തുടങ്ങി. ഞാൻ നിനക്ക് വേണ്ടി തിരിച്ചു വരും എന്നവൻ ആ പേപ്പറിൽ എഴുതിയിട്ട് അത് അവൻ അവളിങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. അതൊക്കെ കണ്ട് വളരെ വിഷമത്തിൽ നിൽക്കുകയാണ് അവൾ. ഇവാന് കേലിയെ ഇഷ്ടമാണ് എന്ന കാര്യം അവന്റെ അമ്മയ്ക്കും അറിയാം. പക്ഷെ മറ്റൊരു നിവൃത്തിയും ഇല്ലാത്തതുകൊണ്ടാണ് അവർ അവനെയും കൊണ്ട് അവിടെ നിന്ന് പോകുന്നത്. ഈ ഒരു അവസരത്തിൽ അവന്റെ അടുത്ത് സോറി പറയാൻ മാത്രമേ അവരെ കൊണ്ട് സാധിക്കുന്നുള്ളൂ. അങ്ങനെ പിന്നെയും 7 വർഷങ്ങൾ കൂടെ കഴിഞ്ഞു. ഇവാൻ ഇപ്പൊ ഒരു കോളേജിലാണ് പഠിക്കുന്നത്. അവന്റെ ഫ്രണ്ട്സിൽ നിന്നൊക്കെ മാറിയിട്ട് വേറൊരു സ്ഥലത്താണ് അവനിപ്പോ ജീവിക്കുന്നത്. ഇന്ന് അവനൊരു ക്ലാസ് ടെസ്റ്റ് ആയിരുന്നു. അവന്റെ പ്രൊഫസർക്ക് അവനെ വലിയ കാര്യമാണ്. അങ്ങനെ എക്സാം ഒക്കെ എഴുതിയതിനു ശേഷം വേഗം തന്നെ പ്രൊഫസറുടെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവൻ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങുകയാണ്. ഈ ഇവാൻ ഒരു റൂംമേറ്റ് ഉണ്ട്. ഇവന്റെ പേര് തമ്പർ എന്നാണ്. ഒരു വൃത്തിയിട്ടവനാണ്. ഏത് സമയവും പെണ്ണുങ്ങളെ റൂമിന്റെ അകത്തേക്ക് വിളിച്ച് കയറ്റലാണ് അവന്റെ പരിപാടി. അങ്ങനെ ഇന്നത്തെ എക്സാം ഒക്കെ കഴിഞ്ഞുകൊണ്ട് ഒന്ന് അടിച്ചു പൊളിക്കാൻ വേണ്ടി അവരൊരു ബാറിലേക്ക് പോയിരിക്കുകയാണ്. ഇവാൻ ഒരു ഗേൾ ഫ്രണ്ടും ഉണ്ട്. അവളും ബാറിലേക്ക് വന്നിട്ടുണ്ട്. ഈ തമ്പർ എന്ന് പറയുന്നത് നല്ല തടിയുള്ള ഒരാളാണ്. മാത്രമല്ല വളരെ വിചിത്രമായിട്ടുള്ള രീതിയിലാണ് അവൻ മുടിയൊക്കെ ചെയ്തിരിക്കുന്നത്. ഇവന്റെ കോളേജിൽ ഒരു ഗ്യാങ് ഉണ്ട്. ഏത് സമയവും ഇവന്മാരെ കളിയാക്കലാണ് ആ ഗ്യാങ്ങിന്റെ പരിപാടി. ഇന്നിപ്പോ തമ്പർ അങ്ങോട്ട് വന്നിരിക്കുന്നത് കാണുമ്പോൾ അവന്മാരൊക്കെ വീണ്ടും കളിയാക്കാൻ തുടങ്ങി. അത് കാണുന്ന തമ്പർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവന്റെ കയ്യിലുള്ള സ്നൂക്കറിന്റെ വടി എടുത്തിട്ട് ഒറ്റയടിക്കത് പൊട്ടിച്ചു കളയാണ്. അവന്റെ ആ ദേഷ്യമൊക്കെ കാണുമ്പോൾ ആ ഗ്യാങ് ഒന്ന് അടങ്ങുകയും ചെയ്യുന്നു. കാരണം തമ്പറിനോട് മുട്ടിക്കഴിഞ്ഞാൽ അവന്മാരുടെ എല്ലാവരുടെയും പണി അവൻ തീർക്കും എന്ന കാര്യം അവന്മാർക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ പാർട്ടിയൊക്കെ കഴിഞ്ഞിട്ട് ഇവാനും അവന്റെ ഗേൾഫ്രണ്ടും കൂടെ അവരുടെ റൂമിലെത്തി. ഈ സമയത്താണ് അവൻ പണ്ട് എഴുതിയ ഡയറികൾ ഉണ്ടല്ലോ, അതിലൊരെണ്ണം അവന്റെ ഗേൾഫ്രണ്ട് കാണുന്നത്. അപ്പൊ നീ ഡയറി ഒക്കെ എഴുതാറുണ്ടോ എന്നാണ് അവള് ചോദിക്കുന്നത്. അതേക്കുമ്പോ പിന്നെ 7ാമത്തെ വയസ്സ് മുതൽ ഞാൻ ഡയറി എഴുതാറുണ്ട് എന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ അവളുടെ ആഗ്രഹപ്രകാരം അവൻ കുട്ടിക്കാലത്ത് എഴുതിയൊരു ഡയറി അവൻ വായിച്ചു കൊടുക്കുകയാണ്. അതിലവൻ ടോമിയുടെ കാര്യമാണ് എഴുതിയിരിക്കുന്നത്. അതായത് ടോമി അവന്റെ നായനെ കത്തിച്ചല്ലോ, ആ സംഭവം നടന്ന സമയത്തെ കാര്യങ്ങളാണ് ആ ഡയറിയിൽ എഴുതി വെച്ചിരിക്കുന്നത്. അവനത് വായിക്കുമ്പോൾ ആ ലെറ്റേഴ്സ് ഒക്കെ ഇങ്ങനെ ഇളകാൻ തുടങ്ങി. അങ്ങനെ ഒരു അനുഭവം അവൻ ആദ്യത്തേതാണ്. മാത്രമല്ല അന്ന് നാട്ടിൽ നിന്ന് പോന്നതിന് ശേഷം 7 വർഷത്തിനിടയിൽ അവൻ ഇതുവരെയായിട്ട് ഒരു ബ്ലാക്ക് ഔട്ടും സംഭവിച്ചിട്ടില്ല. ഇപ്പോൾ ആദ്യമായിട്ടാണ് അവൻ അങ്ങനെ ഒരു ഫീലിംഗ് വരുന്നത്. പെട്ടെന്നാണ് അവൻ ബ്ലാക്ക് ഔട്ട് ആവുന്നത്. അവനിപ്പോ വളരെ അത്ഭുതപ്പെടുന്ന ഒരു കാഴ്ച കാണാണ്. അതായത് കുട്ടിക്കാലത്ത് നടന്ന സംഭവമാണ് അവൻ കാണുന്നത്. അന്ന് ടോമി ക്രോക്കറ്റിനെ കത്തിച്ചിട്ടില്ലായിരുന്നു. ആ സമയത്ത് ബ്ലാക്ക് ഔട്ട് ആയതുകൊണ്ട് ആ കാഴ്ച ഇവാൻ കണ്ടിട്ടില്ലായിരുന്നു. എന്നാൽ ഇപ്പോ അവനത് കാണാൻ സാധിക്കുന്നുണ്ട്. അന്ന് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നാണ് ഇവാൻ കാണുന്നത്. അതായത് ടോമി അവനെ ഇടിച്ചു വീഴ്ത്തിയതിനു ശേഷം ഇവാൻ അവിടെ നിന്ന് എഴുന്നേൽക്കാണ്. എന്നാൽ ഇപ്പൊ കാണിക്കുന്ന ഇവാൻ ചെറുതാണെങ്കിലും അവന്റെ മനസ്സിപ്പോ ഫ്യൂച്ചറിൽ ഇവാന്റേതാണ്. അങ്ങനെ വീണ്ടും ടോമി അവനെ അടിച്ചു വീഴ്ത്താണ്. അതിനുശേഷം അവന് ചവിട്ടാൻ തുടങ്ങി. ഈ സമയം ലെന്നി ആണെങ്കിൽ ആ പട്ടിയെ കെട്ടിയിട്ടിരിക്കുന്ന കയറൊക്കെ കഴിക്കാൻ തുടങ്ങി.
പക്ഷെ അവനെ കൊണ്ട് അത് അഴിക്കാൻ സാധിക്കുന്നില്ല, എനിക്കിത് അഴിക്കാൻ പറ്റുന്നില്ല എന്നാണ് അവനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കാണുന്ന ടോമി ആണെങ്കിൽ ലെന്നിയെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. മര്യാദയ്ക്ക് അതിൽ നിന്ന് കൈയെടുത്തോ അല്ലെങ്കിൽ നിന്റെ പണി ഞാൻ തീർക്കും എന്നൊക്കെയാണ് ടോമി പറയുന്നത്. അത് കാണുന്ന ലെന്നിക്ക് പേടിയാവാൻ തുടങ്ങി. ഈ സമയം ഇവാൻ ആണെങ്കിൽ ക്രോക്കറ്റിനെ രക്ഷിക്കാൻ പറയുന്നുണ്ട്. എന്നാൽ ടോമിയെ പേടിയായതുകൊണ്ട് ലെന്നി അത് കേൾക്കാതെ പുറകിലേക്ക് മാറി നിൽക്കുകയാണ്. ഈ സമയം ടോമി വേഗം ചെന്നിട്ട് ക്രോക്കറ്റിനെ കത്തിച്ച ആളെയാണ്. അത്രയും കാര്യങ്ങളാണ് ഇവാന് കാണാൻ സാധിച്ചത്. അതോടൊപ്പം തന്നെ അവൻ ഞെട്ടി എഴുന്നേൽക്കുകയാണ്. ഈ സമയം അവന്റെ ഗേൾഫ്രണ്ട് ആണെങ്കിൽ അവനെ സമാധാനിപ്പിക്കാൻ തുടങ്ങി. ടെൻഷൻ അടിക്കലേ, നീ ഒരു സ്വപ്നം കണ്ടതാണ് എന്നൊക്കെയാണ് അവള് പറയുന്നത്. എന്നാൽ അത് കേൾക്കുമ്പോൾ അല്ല, ഇത് സ്വപ്നമല്ല, അങ്ങനെയല്ല എനിക്കിത് ഫീൽ ചെയ്തത് എന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ അവൻ വേഗം തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. ഇതുപോലൊരു അനുഭവം അവൻ ആദ്യമായിട്ടാണ് വരുന്നത്. അങ്ങനെ അവൻ നേരെ പോകുന്നത് അവന്റെ പഴയ ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടിയിട്ടാണ്. ആദ്യമായിട്ട് അവൻ പോകുന്നത് ലെന്നിയുടെ അടുത്തേക്കാണ്. പക്ഷെ ലെന്നി ആണെങ്കിൽ ഇപ്പൊ വല്ലാത്തൊരവസ്ഥയിലാണ്. അവന് മാനസികമായ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. വളരെ സൈലന്റ് ആയിട്ടാണ് അവൻ അവിടെ ഇരിക്കുന്നത്. ഈ സമയം ഇവാൻ ലെന്നിയുടെ അടുത്ത് ചോദിക്കുന്നത് പണ്ട് നടന്ന സംഭവത്തെ കുറിച്ചിട്ടാണ്. അതായത് അവൻ കുറച്ചു മുമ്പേ സ്വപ്നം കണ്ടല്ലോ, ആ കാര്യത്തെ കുറിച്ചിട്ട്. ഈ സമയം ലെന്നി ആണെങ്കിൽ അവൻ എന്താണോ ആ സ്വപ്നത്തിൽ കണ്ടത് അതേ കാര്യങ്ങൾ തന്നെയാണ് ലെന്നി പറയുന്നത്. മാത്രമല്ല അവൻ വല്ലാതെ ദേഷ്യത്തിലാണ് പെരുമാറുന്നത്. അതുകൊണ്ട് തന്നെ ഇവാൻ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ഇതിൽ നിന്നൊക്കെ അപ്പൊ താൻ കണ്ടത് ഒരു സ്വപ്നമല്ല എന്ന കാര്യം അവന് മനസ്സിലായി. അങ്ങനെ അവൻ തിരിച്ച് അവന്റെ ഹോസ്റ്റലിൽ എത്തിയതിനു ശേഷം വീണ്ടും അവന്റെ ഡയറി വായിക്കാൻ തുടങ്ങി. ഇത്തവണ അവൻ വായിക്കുന്നത് ആ ലെറ്റർ ബോക്സിന്റെ മുന്നിൽ അവർ നിന്ന സമയത്തെ കാര്യങ്ങളാണ്. ഈ സമയം വീണ്ടും അവന് നേരത്തെ സംഭവിച്ചതിനെ സംഭവിക്കാൻ തുടങ്ങി. ആ ലെറ്റേഴ്സ് ഒക്കെ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത സെക്കൻഡിൽ അവൻ ആ സംഭവം നടന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. പെട്ടെന്ന് പാസ്റ്റിലേക്ക് വന്ന ആ ഷോക്കിൽ അവന്റെ ചുണ്ടിൽ നിന്നും സിഗരറ്റ് താഴേക്ക് വീഴുന്നുണ്ട്. അത് അവന്റെ വയറ്റിലാണ് കുത്തിയേൽക്കുന്നത്. എന്നാൽ ആ കാര്യം അവൻ ശ്രദ്ധിക്കുന്നില്ല. അവരെല്ലാവരും ആ ഗ്രനേഡ് പൊട്ടുന്നു നോക്കി നിൽക്കുകയാണ്. പക്ഷെ ഇതുവരെയായിട്ട് അത് പൊട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് ചിലപ്പോൾ കെട്ടിട്ടുണ്ടാവും, നീ അത് ഒന്നുകൂടെ പോയി കത്തിച്ചിട്ട് പോവാ എന്നാണ് ടോമി ലെന്നിയുടെ അടുത്ത് പറയുന്നത്. അങ്ങനെ ലെന്നി ആ ലെറ്റർ ബോക്സിന്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് ഒരു കാർ അങ്ങോട്ട് വരുന്നത്. ഈ കാഴ്ചയാണ് ആ ഡോക്ടർ അവനെ ഹിപ്നോട്ടൈസ് ചെയ്തപ്പോൾ കണ്ടത്. കാർ അങ്ങോട്ട് വന്നപ്പോൾ ലെന്നി ആണെങ്കിൽ അവിടെ തന്നെ നിൽക്കുകയാണ്. ഈ സമയം ആ സിഗരറ്റ് ആണെങ്കിൽ അവന്റെ ഡ്രസ്സിൽ നിന്ന് താഴേക്ക് വീണ്ടില്ല. പെട്ടെന്ന് അവന്റെ സിഗരറ്റിലെ തീ തട്ടിയിട്ട് അവന്റെ വയറ് പൊള്ളുകയാണ്. അതോടൊപ്പം തന്നെ അവന്റെ വയറ്റത്തൊരു പാടുണ്ടാവുകയും ചെയ്യുന്നു. ഇവിടെ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് ആദ്യത്തെ സമയം ഇവരവിടെ നിന്നപ്പം ആ സിഗരറ്റ് അവന്റെ ചുണ്ടിൽ നിന്ന് താഴേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. ഇവനിപ്പോ പാസ്റ്റിലേക്ക് വന്നപ്പോഴാണ് ആ ഷോക്കിൽ ആ സിഗരറ്റ് താഴേക്ക് വീണതും അവന്റെ വയറ് പൊള്ളിപ്പോയതും. അങ്ങനെ അവർ നോക്കുമ്പോൾ ആ കാറിൽ നിന്നും ഒരു ലേഡിയും അവരുടെ ചെറിയൊരു കുഞ്ഞുമാണ് ഇറങ്ങുന്നത്. ആ ലേഡി നേരെ വരുന്നത് ആ ലെറ്റർ ബോക്സിന്റെ അടുത്തേക്കാണ്. അത് കാണുമ്പോൾ പിള്ളേർക്കെല്ലാം ടെൻഷൻ ആവാൻ തുടങ്ങി. അങ്ങനെ ആ കുഞ്ഞിനെ കൊണ്ടാണ് ആ ലേഡി ആ ലെറ്റർ ബോക്സ് തുറപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ആ ഗ്രനേഡ് പൊട്ടിത്തെറിക്കുകയാണ്. അത് കണ്ട ഉടനെ തന്നെ എല്ലാവരും അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. എന്നാൽ ആ കുഞ്ഞും അമ്മയും മരിച്ചത് കണ്ട് ലെന്നി ആണെങ്കിൽ ശരിക്കും ഷോക്കേറ്റ പോലെ നിൽക്കുകയാണ്. ഈ സമയം അവർ തിരിച്ചു വന്നിട്ട് ലെന്നിയെ പൊക്കിയെടുത്ത് അവിടെ നിന്ന് പോകാൻ തുടങ്ങി. ഇത്രയും കാര്യങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോഴേക്കും ഇവാൻ വീണ്ടും പ്രസന്റിലേക്ക് തന്നെ വരികയാണ്. അതോടൊപ്പം തന്നെ അവൻ വല്ലാണ്ട് ഛർദ്ദിക്കാൻ തുടങ്ങി. അതിനിടയിലാണ് അവനൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവന്റെ വയറ്റില് ആ പുള്ളിയെ പാടിപ്പോ കാണുന്നുണ്ട്. കുറച്ചു മുമ്പ് ആ പാടുണ്ടായിരുന്നില്ല. എന്താണ് സംഭവിക്കുന്നത് എന്നൊന്നും മനസ്സിലാവാതിരിക്കുകയാണ് അവൻ. അങ്ങനെ അവൻ വേഗം ചെന്നിട്ട് ലെന്നിയെ ഫോണിൽ വിളിക്കാൻ തുടങ്ങി. പക്ഷെ അവൻ എന്തൊക്കെ പറഞ്ഞിട്ടും ലെന്നിയുടെ അമ്മ അവന് ഫോൺ കൊടുക്കാൻ കൂട്ടാക്കുന്നില്ല. അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ കുറച്ചു മുമ്പേ ഇവിടെ വന്ന് പോയതല്ലേ, നീ ഇവിടെ വന്നപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് നിനക്ക് അറിയാലോ, അതുകൊണ്ട് മേലാൽ ഇനി ഇങ്ങോട്ട് വിളിച്ചു പോയേക്കരുത് എന്ന് പറഞ്ഞിട്ട് ലെന്നിയുടെ അമ്മ ഫോൺ കെട്ടുകയാണ്. അങ്ങനെ അന്ന് രാത്രി ഇവാൻ വിളിച്ചതിനെ തുറന്നിട്ട് അവന്റെ അമ്മ അവനെ കാണാൻ വന്നിട്ടുണ്ട്. അവരിപ്പോൾ റെസ്റ്റോറന്റിൽ ഇരിക്കുകയാണ്. ഈ സമയം ഇവാൻ അവന്റെ അമ്മയുടെ അടുത്ത് ചോദിക്കുന്നത് അച്ഛന്റെ കാര്യങ്ങളാണ്. അച്ഛൻ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, പഴയ കാലത്തെ ഓർമ്മകളൊക്കെ അദ്ദേഹത്തിന് വരുന്നുണ്ടെന്ന് എന്നൊരു ചോദ്യമാണ് അവൻ ചോദിക്കുന്നത്. എന്തിനാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നീ ചോദിക്കുന്നത് എന്ന് അവന്റെ അമ്മ ചോദിക്കുമ്പോൾ, ഒന്നുമില്ല, വെറുതെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എന്നൊരു മറുപടിയാണ് അവൻ പറയുന്നത്. അവനിപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ടൊന്നും അവൻ പറയുന്നില്ല. ഈ സമയം അവന്റെ അമ്മ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം എന്നോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിന്റെ ഈ പ്രായത്തില് അദ്ദേഹത്തിന് പഴയ മെമ്മറീസ് ഒക്കെ വരാറുണ്ടായിരുന്നു. പക്ഷെ അത് മെമ്മറീസ് ആണോ എന്ന് അറിയത്തില്ല, അതുവരെ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളാണ് അദ്ദേഹം കണ്ടിരുന്നത് എന്നൊക്കെയാണ് പറഞ്ഞത്. മാത്രമല്ല നിന്റെ ഈ പ്രായത്തിലാണ് അദ്ദേഹത്തിന് ഭ്രാന്ത് വന്നത് എന്നൊക്കെയാണ് അവന്റെ അമ്മ പറയുന്നത്. അങ്ങനെ അവർ ആ റെസ്റ്റോറന്റിൽ നിന്ന് ഇറങ്ങി നടക്കുമ്പോഴാണ് ഒരു കൈനോട്ടക്കാരന്റെ വീട് അവർ കാണുന്നത്. അത് കണ്ട ഉടനെ തന്നെ അവന്റെ അമ്മ അവനെയും വിളിച്ചുകൊണ്ട് ആ കൈ നോക്കുന്ന ആളുടെ അടുത്തേക്ക് പോവാണ്. അതൊരു ലേഡിയായിരുന്നു. അവർ ഉടനെ തന്നെ ഇവാന്റെ കൈ നോക്കാൻ തുടങ്ങി. അത് കാണുമ്പോൾ തന്നെ അവർക്കൊരു ഞെട്ടലാണ് ഉണ്ടാവുന്നത്. നിനക്ക് ആത്മാവില്ല, നിന്റെ കയ്യിൽ ഒരു ജീവിതരേഖ ഞാൻ കാണുന്നില്ല, ഈ ലോകത്ത് നീ ജീവിക്കാൻ പാടില്ല എന്നൊക്കെയാണ് ആ ലേഡി പറയുന്നത്. അത് കേട്ട ഉടനെ തന്നെ ദേഷ്യത്തോടെ അവന്റെ അമ്മ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ അവന്റെ അമ്മയ്ക്ക് നല്ല വിഷമമുണ്ട്. അതുകൊണ്ട് തന്നെ അവരൊരു സിഗരറ്റ് കത്തിച്ച് വലിക്കാൻ തുടങ്ങി. അത് കാണുമ്പോൾ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്, ആ സ്ത്രീ അങ്ങനെ പറഞ്ഞുകൊണ്ടാണോ, അവർക്ക് വട്ടാണ്, നിങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവരെ സമാധാനിപ്പിക്കാൻ തുടങ്ങി. ഈ സമയത്താണ് അവനോട് ഇതുവരെ പറയാത്തൊരു കാര്യം അവന്റെ അമ്മ പറയുന്നത്. അതായത് ഇവാൻ ജനിക്കുന്നതിന് മുമ്പ് അവന്റെ അമ്മ 2 തവണ പ്രഗ്നന്റ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ 2 കുഞ്ഞിനെ അവർക്ക് കിട്ടിയില്ല. 3ാമത്തെ കുഞ്ഞാണ് ഇവാൻ. എന്നാൽ അവനൊരു കുഴപ്പമില്ലാതെ ജനിച്ചു. അതുകൊണ്ട് തന്നെ ഒരു മിറാക്കിൾ ബോയ് ആയിട്ടാണ് അവൻ അവരെ കണ്ടിട്ടുണ്ടായിരുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവൻ അവരുടെ അടുത്ത് പറയുന്നത്.
അങ്ങനെ പിറ്റേ ദിവസം അവൻ പോകുന്നത് കേലിയെ കണ്ടെത്താനാണ്. അവളൊരു റെസ്റ്റോറന്റിലാണ് വർക്ക് ചെയ്യുന്നത് എന്ന കാര്യം അവൻ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ റെസ്റ്റോറന്റിലേക്കാണ് അവനിപ്പോൾ പോയിരിക്കുന്നത്. അവൻ നോക്കുമ്പോൾ വളരെ സങ്കടപ്പെടുന്ന ഒരു കാഴ്ചയാണ് അവൻ കാണുന്നത്. ആ റെസ്റ്റോറന്റിലെ വെയിറ്റർ ആയിട്ടാണ് കേലി ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. വല്ലാത്തൊരു രൂപമായിരുന്നു അവൾക്ക്. ഈ ഒരു സമയത്ത് അവൻ ആ റെസ്റ്റോറന്റിലേക്ക് കയറുന്നില്ല. അവൾ ഇറങ്ങുന്നതും കാത്ത് അവൻ പുറത്ത് വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ രാത്രിയായി കഴിയുമ്പോഴാണ് അവൾ റെസ്റ്റോറന്റിൽ നിന്ന് ഇറങ്ങുന്നത്. അവർ തമ്മിൽ കണ്ടിട്ട് ഇപ്പോൾ 7 വർഷമായി. എങ്കിലും അവനെ കണ്ടപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി. അങ്ങനെ അവർ തമ്മിൽ അവരുടെ വിശേഷങ്ങൾ പറയാണ്. ഇവാനെ സംബന്ധിച്ചിട്ട് അവൻ സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം തന്നെയാണ് ഇപ്പോൾ ജീവിക്കുന്നത്. എന്നാൽ അവൾ അങ്ങനെയല്ല. അവൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്നത്തെ ആ പ്രശ്നത്തിന് ശേഷം ടോമിയെ പോലീസ് പിടിച്ചിട്ടുണ്ടായിരുന്നു. കുറെ കാലം ജുവനൈൽ ഹോമിലാണ് അവൻ വളർന്നത്. പക്ഷെ അവന് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ അവൻ ജോലി ചെയ്ത് ജീവിക്കുകയാണ്. അവളുടെ അച്ഛന്റെ കാര്യമാണെങ്കിൽ പിന്നീട് അങ്ങോട്ട് അവൾക്ക് അച്ഛന്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ 15ാമത്തെ വയസ്സിൽ തന്നെ അവൾ വീട് വിട്ടിറങ്ങി. അതിനുശേഷം അവൾ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത് എന്നൊക്കെയാണ് അവൾ അവന്റെ അടുത്ത് പറയുന്നത്. അച്ഛന്റെ കൂടെയല്ല അവൾ ജീവിക്കുന്നതെന്ന് അറിയുമ്പോൾ, എന്നാ പിന്നെ നിനക്ക് നിന്റെ അമ്മയുടെ അടുത്തേക്ക് പോയിക്കൂടെ എന്നാണ് അവൻ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ അമ്മയും അച്ഛനും ഡിവോഴ്സ് ആയതിനു ശേഷം അമ്മ വേറൊരു കല്യാണം കഴിച്ചു. അവരിപ്പോൾ ഫാമിലിയായിട്ട് ജീവിക്കുകയാണ്. ഞാൻ അങ്ങോട്ട് ചെന്നാലും അവരുടെ വീട്ടിൽ എനിക്ക് അടക്കാനുള്ള സ്ഥലമൊന്നും ഉണ്ടാവത്തില്ല. അതുകൊണ്ട് ഞാൻ പോയില്ല എന്നാണ് അവൾ പറയുന്നത്. ഈ സമയത്താണ് അവൻ ആ കുട്ടിക്കാലത്ത് നടന്ന കാര്യം അവളുടെ അടുത്ത് ചോദിക്കുന്നത്. അതായത് അന്ന് അവളുടെ അച്ഛൻ വീഡിയോ ക്യാമറയിൽ ഷൂട്ട് ചെയ്തിട്ടില്ലായിരുന്നു. അന്ന് എന്താണ് സംഭവിച്ചത് എന്നാണ് അവൻ ചോദിക്കുന്നത്. അത് കേൾക്കുന്ന അവക്കാണെങ്കിൽ ശരിക്കും ദേഷ്യമാണ് വരുന്നത്. അന്നത്തെ ആ ഒരൊറ്റ സംഭവം കാരണമാണ് എന്റെ ലൈഫ് ഇങ്ങനെ ആയത്. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് നീ എന്നെ കാണാൻ വന്നത് ഈ കാര്യം ചോദിക്കാനാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ വല്ലാതെ അവൻ്റെ അടുത്ത് ഷൗട്ട് ചെയ്യാൻ തുടങ്ങി. അവനാണെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. എന്റെ ജീവിതം മൊത്തത്തിൽ ഇല്ലാണ്ടായി. ഇനി ഒരിക്കലും എനിക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ പോകുന്നില്ല. അന്ന് നീ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നീ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല പെൺകുട്ടി ഞാനാണെന്ന്. എന്നിട്ട് എന്തുകൊണ്ടാണ് അന്ന് നീ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയത്? നീ തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ടും പിന്നെ നീ എന്റെ അടുത്തേക്ക് വന്നിട്ടേ ഇല്ലല്ലോ. എന്നെ ഇങ്ങനെ ഒരു നശിച്ച ജീവിതത്തിലേക്ക് വിട്ടിട്ട് നീ രക്ഷപ്പെട്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ സങ്കടത്തോടെ അവൾ അവിടെ നിന്ന് ഓടിപ്പോവാണ്. അങ്ങനെ അവൻ ഹോസ്റ്റലിൽ തിരിച്ചെത്തി കഴിയുമ്പോഴാണ് തമ്പർ അവൻ്റെ അടുത്തൊരു കാര്യം പറയുന്നത്. നിന്റെ വോയിസ് മെയിലിലേക്ക് കുറെ മെസ്സേജ് വന്നിട്ടുണ്ട് എന്നാണ് അവൻ പറയുന്നത്. അത് കേട്ട ഉടനെ തന്നെ ഇവൻ ആ വോയിസ് മെയിൽ ഓൺ ആക്കുകയാണ്. ആദ്യം അവന്റെ പ്രൊഫസറാണ് സംസാരിക്കുന്നത്. അവന്റെ അസൈൻമെന്റിന്റെ എന്തോ കാര്യമാണ് അയാൾ ചോദിക്കുന്നത്. എന്നാൽ രണ്ടാമത്തെ കാര്യം അവനെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. ആ മെസ്സേജ് അയച്ചിരിക്കുന്നത് ടോമിയാണ്. അവൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ഇന്ന് എന്റെ സിസ്റ്ററെ കണ്ടായിരുന്നല്ലേ? എന്താണോ നീ അവളുടെ അടുത്ത് പറഞ്ഞത്? ഇന്ന് അവൾ എന്നെ വിളിച്ച് ഒരുപാട് കരഞ്ഞു. നീ അവളെ കാണാൻ ചെന്നതായിരുന്നു അവളുടെ പ്രശ്നം. അതിനെ തുടർന്ന് അവൾ സൂയിസൈഡ് ചെയ്തിരിക്കുകയാണ് എന്നാണ് അവൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അത് കേട്ട് ഇവാനാണെങ്കിൽ ആകെ ഞെട്ടി നിൽക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം തന്നെ കേലിയുടെ ഫ്യൂണറൽ നടക്കുന്ന സ്ഥലത്തേക്കാണ് ഇവൻ പോകുന്നത്. എന്നാൽ അവൻ അതിന്റെ അടുത്തേക്ക് പോകുന്നില്ല. ദൂരെ നിന്നും അവനത് നോക്കി നിൽക്കുകയാണ്. ടോമി അവന്റെ ഫ്രണ്ട്സൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അവരെല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷമാണ് അവൻ അവളുടെ കുഴിമാടത്തിന്റെ അടുത്തേക്ക് വരുന്നത്. അതിനുശേഷം കുറച്ച് പൂക്കൾ ആ പെട്ടിയുടെ മുകളിലേക്ക് വെക്കുകയാണ്. മാത്രമല്ല ഒരു പേപ്പറും കൂടെ അവൻ അവിടെ വെക്കുന്നുണ്ട്. നിനക്ക് വേണ്ടി ഞാൻ തിരിച്ചു വരും എന്നാണ് അവൻ അതിൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെ അവൻ ഹോസ്റ്റലിൽ തിരിച്ചെത്തിയതിനു ശേഷം അവന്റെ ഡയറിയിൽ ചില കാര്യങ്ങളൊക്കെ എഴുതാൻ തുടങ്ങി. എന്റെ വയറിന്റെ ഭാഗത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ആ പാട് എവിടെ നിന്നോ വന്നതല്ല, അത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. ഒരു പക്ഷേ എല്ലാവരും വിചാരിക്കുന്ന പോലെ എന്റെ അച്ഛന് ഭ്രാന്തുണ്ടായിരുന്നില്ല. എന്റെ വയറ്റിലൊരു പാടുണ്ടാക്കാനുള്ള ശക്തി എനിക്കുണ്ടെങ്കിൽ അതില്ലാതാക്കാനുള്ള ശക്തി എനിക്കുണ്ടാവത്തില്ലേ? അങ്ങനെ വരുമ്പോ കേലിയെ എനിക്ക് രക്ഷിക്കാൻ പറ്റത്തില്ലേ എന്നൊക്കെയാണ് അവൻ അതിൽ എഴുതി വയ്ക്കുന്നത്. അതിനുശേഷം അവന്റെ പഴയ ഒരു കുറിപ്പ് അവൻ വായിക്കാൻ തുടങ്ങി. അവൻ വായിക്കുന്നത് കേലിയുടെ അച്ഛൻ ആ ഷൂട്ട് ചെയ്ത സമയത്തെ കാര്യങ്ങളുണ്ടല്ലോ, ആ കാര്യമാണ്. അതോടൊപ്പം തന്നെ അതിലെ ലെറ്റേഴ്സ് ഒക്കെ ഇങ്ങനെ ഇളകാൻ തുടങ്ങി. അങ്ങനെ പെട്ടെന്ന് തന്നെ അവൻ പാസ്റ്റിലേക്ക് പോവാണ്. ഇപ്പൊ അവനൊരു കാര്യം മനസ്സിലായി. അവന് ടൈം ട്രാവൽ ചെയ്യാനുള്ള ഒരു കഴിവ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ആ സംഭവം നടക്കുന്ന സമയത്തേക്കാണ് അവനിപ്പോ എത്തിയിരിക്കുന്നത്. ആ ബാക്ക് യാർഡിൽ നിന്ന് സംസാരിച്ചതിന് ശേഷം നമുക്കൊരു പ്രത്യേക കാര്യം ഷൂട്ട് ചെയ്യാനുണ്ട്, നമുക്ക് ബേസ്മെന്റിലേക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് അയാൾ അവരെയും വിളിച്ചുകൊണ്ട് ബേസ്മെന്റിലേക്ക് പോവാണ്. അങ്ങനെ ബേസ്മെന്റിൽ എത്തിയതിനു ശേഷം അയാൾ കുട്ടികളുടെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി. ഞാനിപ്പോ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് റോബിൻഹുഡ് എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു ഭാഗമാണ്. റോബിൻഹുഡിൽ നിങ്ങൾ ഭാര്യാഭർത്താക്കന്മാരാണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് വേഗം തന്നെ ഉടുപ്പ് ഊരണം, എന്നിട്ട് വലിയ ആൾക്കാർ ചെയ്യുന്ന പോലെ പരസ്പരം കിസ് ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സ്വന്തം മകളുടെ അടുത്ത് അയാൾ പറഞ്ഞു കൊടുക്കുന്നത്. അതായത് കുട്ടികളുടെ ഒരു പോണോഗ്രാഫി ഷൂട്ട് ചെയ്യാനാണ് അയാൾ ഇപ്പൊ ശ്രമിക്കുന്നത്. സ്വന്തം അച്ഛൻ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് കേലിക്ക് അതൊരു ഷോക്കായത്. അങ്ങനെ അയാൾ ക്യാമറയുടെ അടുത്തേക്ക് ചെന്നിട്ട് വേഗം അവരുടെ അടുത്ത് ഡ്രസ്സ് അയക്കാൻ പറയാണ്. ഇപ്പൊ ഇവിടെ നിൽക്കുന്ന ഇവാൻ ചെറുതാണെങ്കിലും അവന്റെ മനസ്സിപ്പോ ഫ്യൂച്ചറിലെ ഇവാനാണ്. അവൻ ഉടനെ തന്നെ കേലിയുടെ അടുത്ത് ചെവി കൊത്താൻ പറയുന്നു. അങ്ങനെ അവൾ ചെവി കൊത്തി കഴിയുമ്പോൾ അവൻ ജോർജിന്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി. ഈ സമയം ഏതാണെന്ന് നിനക്ക് അറിയാമോടാ നാറി? ഈ ഒരു നിമിഷം മുതലാണ് നിന്റെ മോളുടെ മനസ്സ് ചേഞ്ച് ആവാൻ തുടങ്ങിയത്. ഇവിടെ നിന്ന് അങ്ങോട്ട് നിന്റെ മകളെ നിന്നെ വെറുക്കാൻ പോവാണ്. കാരണം സ്വന്തം അച്ഛനിൽ നിന്നാണ് ഇത്രയും വൃത്തിയോട്ടൊരു കാര്യം അവൾ നേരിടുന്നത്. ഇത് കാരണം അവളുടെ ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ നിനക്കറിയോ? അവളുടെ ജീവിതം തകർന്ന് തരിപ്പണമാവും. എന്നിട്ട് അവസാനം അവൾ ആത്മഹത്യ ചെയ്യും. നീ ഒറ്റൊരുത്തം കാരണം അവളുടെ ഭാവിയിൽ അങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഇനി നിന്റെ മുമ്പിൽ മറ്റൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്. സാധാരണ ഒരു അച്ഛൻ സ്നേഹിക്കുന്ന പോലെ നീ നിന്റെ മകളെ സ്നേഹിക്കുക. എങ്കിൽ മാത്രമേ നിന്റെ മകളെ നിനക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ നീ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, നീ ഇനിയും വൃത്തിയോട് കാണിക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ നിന്റെ സാമാനം ഞാൻ ചെത്തിക്കളയും എന്നൊക്കെയാണ് ഇവാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിൽ തേറി പറഞ്ഞിട്ടാണ് അവൻ ഇത്രയും കാര്യം സംസാരിക്കുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ ജോർജിന് ഒരു തിരിച്ചറിവായിരുന്നു.
ഇതുകൂടാതെ ടോമിയെക്കുറിച്ചും അവൻ പറയുന്നുണ്ട്. നിന്റെ മകൻ ഇപ്പൊ തന്നെ ഒരു വൃത്തികെട്ട സ്വഭാവമാണ് കാണിക്കുന്നത്. അവനെ നീ മര്യാദയ്ക്ക് വളർത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവന്റെ ഭാവിയും പോക്കാണ്. അതുകൊണ്ട് ആ കാര്യം കൂടെ ശ്രദ്ധിക്കുന്നതായിരിക്കും നിനക്ക് നല്ലത് എന്നൊക്കെയാണ് അവൻ പറയുന്നത്. ഇതെല്ലാം കൂടെ കേൾക്കുമ്പോൾ ജോർജിന് വല്ലാത്തൊരു വിഷമമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അയാൾ അങ്ങോട്ട് നന്നാവുകയാണ്. അങ്ങനെ അത്ര അയാളുടെ അടുത്ത് പറഞ്ഞതിന് ശേഷം ഇവൻ കേലിയുടെ അടുത്തേക്ക് ചെന്നിട്ട് അവളുടെ ചെവിയിൽ ഒരു കാര്യം പറയാണ്. അത് കേട്ട ഉടനെ തന്നെ അവൾ അവളുടെ അച്ഛൻ്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി. ഇനി എങ്ങാൻ എന്റെ ദേഹത്ത് തൊട്ട നിങ്ങൾ വിവരം അറിയും എന്നാണ് അവൾ അവളുടെ സ്വന്തം അച്ഛൻ്റെ അടുത്ത് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും അവൻ ഫ്യൂച്ചറിലേക്ക് തന്നെ എത്തി. പക്ഷെ ആ കാഴ്ച അവനെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. അവനിപ്പോ കിടക്കുന്നത് അവന്റെ ഹോസ്റ്റൽ റൂമിൽ തന്നെയാണ്. ആ തമ്പറിന്റെ കൂടെ ജീവിക്കുന്നതുകൊണ്ട് ആ റൂമിന് ഒരു വൃത്തിയും ഇല്ലായിരുന്നു. എന്നാൽ ഇപ്പൊ അവൻ നോക്കുമ്പോൾ നല്ല വൃത്തിയുള്ള റൂമാണത്. അതായത് അവന്റെ ടൈം ലൈൻ മൊത്തത്തിൽ ചേഞ്ച് ആയിരിക്കുകയാണ്. പെട്ടെന്നാണ് അവന് വല്ലാണ്ട് തലവേദന എടുക്കുന്നത്. അവന്റെ ആ ടൈം ലൈനിൽ നടന്ന കാര്യങ്ങൾ മൊത്തം അവന്റെ തലയിലൂടെ അങ്ങനെ കടന്നു പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവന്റെ മൂക്കിൽ നിന്നും വല്ലാണ്ട് ചോര വരാൻ തുടങ്ങി. ഈ സമയത്താണ് അവന്റെ കൂടെ ബെഡിൽ കിടക്കുന്ന ഒരാൾ എഴുന്നേൽക്കുന്നത്. അത് മറ്റാരുമായിരുന്നില്ല, അത് കേലിയായിരുന്നു. ഈ ഒരു ടൈം ലൈനിൽ അവർ ഒരുമിച്ചാണ് കോളേജിൽ പഠിക്കുന്നത്. അവനും മൊത്തത്തിലൊന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. മാത്രമല്ല അവളുടെ രൂപത്തിലും മൊത്തത്തിലൊരു മാറ്റം വന്നിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവനിപ്പോ ടൈം ട്രാവൽ ചെയ്തതുകൊണ്ട് അവളുടെ അച്ഛന് മാനസാന്തരം ഉണ്ടായി. അതുകൊണ്ട് തന്നെ കേലിക്ക് പിന്നീട് അങ്ങോട്ട് കിട്ടിയത് നല്ലൊരു ലൈഫായിരുന്നു. അതുകൊണ്ടാണ് ഇതെല്ലാം മൊത്തത്തിൽ മാറി മറിഞ്ഞത്. അങ്ങനെ അവൻ വേഗം തന്നെ മൂക്കൊക്കെ കഴുകാൻ വേണ്ടി ബാത്റൂമിലേക്ക് പോവാണ്. പിന്നീട് അങ്ങോട്ട് ഒരു അടിപൊളി ലൈഫാണ് അവർ ജീവിക്കുന്നത്. അവൻ ആഗ്രഹിച്ചതുപോലെ തന്നെ കേലി അവന്റെ ഗേൾഫ്രണ്ട് ആയിട്ട് കിട്ടി. ഇനി അവളെ തന്നെ കല്യാണം കഴിക്കൂ എന്ന് തന്നെയാണ് അവൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ ഈ ടൈം ലൈനിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ട്. ആ തമ്പർ ഉണ്ടല്ലോ, അവൻ ആ കോളേജിൽ തന്നെയാണ് പഠിക്കുന്നത്. എന്നാൽ അവൻ ഇവന്റെ ഫ്രണ്ട് അല്ല, മറിച്ച് അവനൊരു സൈക്കോ ആണ്. മാത്രമല്ല അവനെ നന്നായി ഇഷ്ടപ്പെട്ടിരുന്ന ഒരു പ്രൊഫസർ ഉണ്ടല്ലോ, അയാൾക്ക് ഇവാൻ അറിയത്തേയില്ല. പ്രൊഫസർക്ക് അവനെ മനസ്സിലായിട്ടില്ല എന്ന കാര്യം ക്ലാസ് റൂമിൽ ചെന്നപ്പോൾ തന്നെ അവന് മനസ്സിലായി. അങ്ങനെ ഒരു ദിവസം രാത്രി ഇവാൻ കേലിക്ക് നല്ലൊരു സർപ്രൈസ് കൊടുക്കുകയാണ്. അതൊരു കാൻഡിൽ ലൈറ്റ് ഡിന്നർ ആയിരുന്നു. അവക്കാണെങ്കിൽ ആ ഒരു സെറ്റപ്പ് ഒക്കെ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അവർ റെസ്റ്റോറന്റിൽ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരുത്തൻ അങ്ങോട്ട് വന്നിട്ട് ഒരു കാര്യം പറയുന്നത്. ഇവാന്റെ കാർ ആരോ തല്ലി പൊളിച്ചു എന്നാണ് അവൻ പറയുന്നത്. അത് കേട്ട ഉടനെ തന്നെ ഇവാൻ പുറത്തേക്ക് പോയി നോക്കുകയാണ്. അവന്റെ കാർ മൊത്തത്തിൽ ആരോ അടിച്ചു പരത്തിയിട്ടുണ്ട്. അത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവനൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവന്റെ കാറിനകത്ത് പട്ടിയുടെ കഴുത്തിലിടുന്ന ഒരു ബെൽറ്റ് കിടക്കുന്നുണ്ട്. അതിൽ നിന്നും ടോമിയാണ് അത് ചെയ്തത് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. ഈ ഒരു അവസ്ഥയിൽ ടോമി അവരെ രണ്ടുപേരെ ഒരുമിച്ച് കണ്ടു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് എന്ന കാര്യം കേലിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അവർ ഉടനെ തന്നെ ഹോസ്റ്റലിലേക്ക് പോവാണ്. എന്നാൽ ഇവാൻ ആണെങ്കിൽ ടോമിയുടെ കാര്യത്തിൽ നല്ല ദേഷ്യമുണ്ട്. അവനെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു പണി കൊടുക്കണം എന്നാണ് അവൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ ആ റൂമിന്റെ അകത്ത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഈ പാറ്റയ്ക്കൊക്കെ അടിക്കുന്ന ഒരു മരുന്നില്ലേ, അത് മാത്രമേ അവിടെ ഒരു ആയുധമായിട്ട് കാണുന്നുള്ളൂ. അവൻ അതെടുത്ത് പോക്കറ്റിലിടാണ്. ഇനി ഒരു തോക്കും കൂടെ കിട്ടുമോ നോക്കണം എന്നൊക്കെയാണ് അവൻ അവളുടെ അടുത്ത് പറയുന്നത്. എന്നാൽ അത് കേൾക്കുമ്പോൾ അവൾക്ക് ദേഷ്യമാണ് വരുന്നത്. നീ എന്താ ടോമിയെ കൊല്ലാൻ പോവാണോ? നീ വിചാരിക്കുന്ന പോലെ അവൻ അത്ര ദുഷ്ടനൊന്നുമല്ല, നിന്നെ പേടിപ്പിക്കാനാണ് അവൻ അങ്ങനെ ചെയ്തത് എന്നൊക്കെയാണ് അവൾ അവന്റെ അടുത്ത് പറയുന്നത്. വളരെ സങ്കടത്തോടെയാണ് അവൾ അത്രയും കാര്യങ്ങൾ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ അവന്റെ കാര്യം നമുക്ക് സെക്യൂരിറ്റിയുടെ അടുത്ത് പറയാം, അങ്ങനെ വരുമ്പോൾ അവൻ പിന്നീട് ഒന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അവളെയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങാണ്. അങ്ങനെ കുറെ നടന്നൊരിടത്തെത്തുമ്പോഴാണ് ടോമി അവരുടെ മുന്നിലേക്ക് വരുന്നത്. ഈ ടൈം ലൈനിൽ കേലിയുടെ ജീവിതം നല്ലതായിരുന്നെങ്കിലും ടോമി ഇപ്പോഴും പഴയതുപോലെ തന്നെയാണ്. ഒരു വൃത്തികെട്ട സ്വഭാവമായിട്ട് തന്നെയാണ് അവൻ നടക്കുന്നത്. ഇപ്പൊ അവരെ രണ്ടുപേരെ ഒരുമിച്ച് കാണുമ്പോൾ അവൻ വീണ്ടും ഇവാനെ ഉപദ്രവിക്കാൻ തുടങ്ങി. അങ്ങനെ അവർ രണ്ടുപേരും പരസ്പരം ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമത് ഇവാന്റെ പട്ടിയെ കൊന്നുകൊണ്ട് അവന് ടോമിയുടെ അടുത്ത് നല്ല ദേഷ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവന്റെ പോക്കറ്റിൽ കിടക്കുന്ന ആ മരുന്ന് എടുത്തിട്ട് ടോമിക്ക് നേരെ അടിക്കാൻ തുടങ്ങി. മാത്രമല്ല ഇവാൻ ടോമിയുടെ മുഖത്തിട്ട് നല്ല രീതിയിൽ ഇടിക്കുകയും ചെയ്യുന്നുണ്ട്. കുറെ ഇടിച്ചു കഴിയുമ്പോൾ ടോമി മരിച്ചു പോവാണ്. ഇതെല്ലാം കേലിയും കാണുന്നുണ്ട്. അവളിപ്പോ പോലീസിനെ വിളിച്ചിട്ടാണ് അവന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. ടോമിയെ കൊന്നതുകൊണ്ട് തന്നെ അവർ ഇവാനെ അറസ്റ്റ് ചെയ്യാണ്. അങ്ങനെ ഇവാൻ ജയിലിലെത്തി. ജയിലിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടുത്തെ കാര്യം അറിയാലോ, പുതിയതായിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാരൊക്കെ അവനെ നന്നായിട്ട് ഉപദ്രവിക്കും. ഇവിടെ ഇവാന്റെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിക്കുന്നത്. അവൻ അങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ ആൾക്കാരെല്ലാം കയ്യിൽ കിട്ടിയ സാധനങ്ങളൊക്കെ വെച്ചിട്ട് അവനെ എറിയാൻ തുടങ്ങി. അങ്ങനെ അവൻ അവന്റെ റൂമിലേക്ക് എത്തി. ഈ സമയം അവന്റെ റൂംമേറ്റ് ആയിട്ട് ഒരുത്തൻ അവിടെ ഇരിക്കുന്നുണ്ട്. ഇവന്റെ പേര് കാർലോസ് എന്നാണ്. അവൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ഒരുത്തനെ കൊന്നിട്ടാണല്ലോ ഇങ്ങോട്ട് വന്നത്, നിന്റെ കാര്യം പോക്കാണ് മോനെ, മര്യാദയ്ക്കൊക്കെ നോക്കി കണ്ടു നടന്നോ എന്നൊരു ഉപദേശമാണ് അയാൾ അവന് കൊടുക്കുന്നത്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ഇവൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മെസ്സിലേക്ക് പോവാണ്. എന്നാൽ ഈ സമയം അവിടുത്തെ ആൾക്കാരൊന്നും അവനെ വെറുതെ വിടുന്നില്ല. അവൻ എടുത്തു വെച്ച ഭക്ഷണമൊക്കെ അവരെടുത്തോണ്ട് പോവാണ്. അവസാനം അവന്റെ റൂംമേറ്റ് ആണ് അവന് കഴിക്കാൻ വേണ്ടി ഒരു കേക്ക് കൊടുക്കുന്നത്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ജയിലിൽ അവനെ കാണാൻ വേണ്ടി അവന്റെ അമ്മ വന്നിട്ടുണ്ട്. അവർ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വക്കീലിന്റെ അടുത്ത് സംസാരിച്ചു, നീ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യ്, നിന്നെ ഉടനെ തന്നെ ഞാൻ ജാമ്യത്തിൽ ഇറക്കാമെന്നാണ്. എന്നാൽ അവൻ അതൊന്നും ഒരു പ്രശ്നമേ അല്ലായിരുന്നു. അവൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളടുത്ത് എന്റെ ഡയറി കൊണ്ടുവരാൻ പറഞ്ഞിട്ടില്ലായിരുന്നു, അതൊക്കെ എവിടെയെന്നാണ്. എന്നാൽ അവർ ഡയറി കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷെ വെറും 2 എണ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയുള്ളതൊക്കെ ഉടനെ തന്നെ ഞാൻ എത്തിക്കാം എന്നാണ് അവന്റെ അമ്മ പറയുന്നത്. അങ്ങനെ അവൻ തിരിച്ച് അവന്റെ സ്ഥലത്തേക്ക് തന്നെ എത്തി. ഈ സമയം അവനെയും വെയിറ്റ് ചെയ്തുകൊണ്ട് ആ ജയിൽ പുള്ളികളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അവനെ കണ്ട ഉടനെ തന്നെ അവരെല്ലാവരും ചേർന്നിട്ട് ഇവാനെ ഉപദ്രവിക്കാൻ തുടങ്ങി. അതിനിടയിൽ അവന്റെ കയ്യിലുള്ള ഡയറിയൊക്കെ അവർ വലിച്ചു കീറുന്നുണ്ട്. ആ കീറിയ പേജുകൾ മാത്രമാണ് ഇപ്പൊ അവന് കിട്ടിയിരിക്കുന്നത്. ബാക്കിയെല്ലാം അവന്മാരെടുത്തിട്ടുണ്ട്. ഈ സമയം പോലീസുകാരൊക്കെ വന്നിട്ട് അവരെല്ലാവരെയും പിടിച്ചു മാറ്റുകയാണ്.
അങ്ങനെ അവൻ ആ കീറിയെടുത്ത പേജുകളുമായിട്ട് നേരെ അവന്റെ റൂമിലേക്ക് എത്തി. ഉടനെ തന്നെ അവൻ അതൊക്കെ വായിക്കാൻ തുടങ്ങി. പക്ഷെ അവൻ വിചാരിച്ച കാര്യങ്ങളൊന്നും ആ പേജിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അന്ന് രാത്രി വീണ്ടും ആ ജയിൽ പുള്ളികൾ വന്നിട്ട് അവൻ ഉപദ്രവിക്കുകയാണ്. പോലീസുകാർക്ക് പൈസ കൊടുത്തിട്ടാണ് അവർ അവന്റെ സെല്ലിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ അവൻ ഉറക്കെ കരഞ്ഞിട്ടും ആരും അതൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല. അങ്ങനെ ഒരു ദിവസം ആ ജയിൽ പുള്ളികൾ ബാസ്കറ്റ്ബോളും കളിക്കുന്നത് നോക്കിക്കൊണ്ട് അവൻ പുറത്തിരിക്കുകയാണ്. ഈ സമയം അവന്റെ റൂംമേറ്റും അവന്റെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. അയാളുടെ കയ്യിൽ ജീസസിന്റെ ഒരു ചിത്രം ടാറ്റു അടിച്ചിട്ടുണ്ട്. അതിൽ നിന്നും അവൻ ഭയങ്കര ഒരു ദൈവവിശ്വാസിയാണ് എന്ന കാര്യം ഇവാന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൻ ചെറിയൊരു നമ്പർ ഇറക്കുകയാണ്. അവൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ശരിക്കും ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളല്ലേ, അതുകൊണ്ട് തന്നെ ദൈവം പല മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളും ചെയ്യും എന്നും നിനക്കറിയാമല്ലോ. അങ്ങനെ ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. നീ അത് വിശ്വസിക്കണം. നിന്റെ ജീസസ് ആണ് എന്നെ നിന്റെ സെല്ലിലേക്ക് അയച്ചിരിക്കുന്നത്. ജീസസ് ആഗ്രഹിക്കുന്നത് നീ എന്നെ സഹായിക്കണമെന്നാണ്. ഈ കാര്യം ജീസസ് എന്റെ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് അവൻ പറയുന്നത്. എന്നാൽ അവൻ അങ്ങനെ പറയുമ്പോൾ അയാൾ അതൊന്നും വിശ്വസിക്കുന്നില്ല. അത് കാണുമ്പോൾ നീ വിശ്വസിച്ചേ പറ്റൂ, നിനക്ക് വേണമെങ്കിൽ ഞാനത് തെളിയിച്ചു തരാം എന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ അത് തെളിയിച്ചു കൊടുക്കാൻ വേണ്ടി അവർ ഉടനെ തന്നെ റൂമിലേക്ക് പോവാണ്. എന്നിട്ട് അവൻ അവിടെ നിന്നും ഒരു പേജ് കയ്യിലെടുക്കുന്നു. എന്നിട്ട് അയാളുടെ അടുത്ത് കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. എനിക്ക് ചിലപ്പോൾ പല കാര്യങ്ങളും സംഭവിച്ചേക്കാം. നീ ഇപ്പൊ എന്റെ മുഖത്തും കയ്യിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കോ. കുറച്ച് സമയം കഴിയുമ്പോൾ എന്റെ മുഖത്തും കയ്യിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരും എന്നൊക്കെയാണ് അവൻ പറയുന്നത്. അയാളാണെങ്കിൽ അത് ഓക്കെ പറയുകയും ചെയ്യുന്നു. അങ്ങനെ അവൻ ആ പേജ് എടുത്ത് വായിക്കാൻ തുടങ്ങി. ആ പേജിൽ അവൻ എഴുതിയിരുന്നത് അവൻ ക്ലാസ്സിൽ വെച്ചിട്ട് ഒരു വിചിത്രമായ ചിത്രം വരച്ചിട്ടില്ലായിരുന്നു. ആ ദിവസത്തെ കാര്യങ്ങളാണ്. അങ്ങനെ അത് വായിച്ച ഉടനെ തന്നെ ആ ജയില് മൊത്തം കുലുങ്ങാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ അവൻ ആ ടൈമിലാണ് ഇപ്പൊ എത്തിയിരിക്കുന്നത്. ഈ സമയം ടീച്ചർ ആണെങ്കിൽ കുട്ടികളുടെ അടുത്ത് ആ ചിത്രം വരയ്ക്കാൻ പറയാണ്. ഈ സമയത്ത് വരച്ച ചിത്രമാണ് ടീച്ചർ അവന്റെ അമ്മയെ കാണിച്ചു കൊടുത്ത്. അങ്ങനെ അത് വരച്ചതിന് ശേഷം അവൻ നേരെ പോകുന്നത് ടീച്ചറുടെ ടേബിളിലേക്കാണ്. അവിടെ ഈ ബില്ലൊക്കെ കുത്തിവെക്കുന്ന 2 കമ്പി ഇരിക്കുന്നുണ്ട്. അവൻ 2 കൈയും എടുത്തിട്ട് ആ കുത്തനെ നിൽക്കുന്ന കമ്പിയിലടിക്കുകയാണ്. അതോടൊപ്പം തന്നെ അവൻ പ്രസന്റിലേക്ക് എത്തി. ഈ സമയം അവന്റെ റൂംമേറ്റ് നോക്കുമ്പോൾ അവന്റെ 2 കൈയിലും പുതിയതായിട്ട് 2 പാടുണ്ടായിട്ടുണ്ട്. അതിൽ നിന്നും ഇവൻ ദൈവത്തിന്റെ ആള് തന്നെയാണ് എന്ന കാര്യം അയാൾക്ക് വിശ്വാസമായി. ഇനി നിനക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്യാം എന്നാണ് അയാൾ പറയുന്നത്. അങ്ങനെ അവൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ പോകുന്നത് ആ ജയിൽ പുള്ളികളുടെ ഒരു ലീഡറിന്റെ അടുത്തേക്കാണ്. എന്നിട്ട് അവരുടെ അടുത്ത് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ഞാൻ ഈ ജയിലിൽ പുതിയതാണ്. ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ ചില നിയമങ്ങളുണ്ട് എന്ന കാര്യം എനിക്ക് മനസ്സിലായത്. ഒന്നില്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു ഗ്യാങ്ങിൽ ചേരണം, അല്ലെങ്കിൽ ഞാൻ മരിക്കേണ്ടി വരും. ഇത് രണ്ടുമാണ് പുതിയതായിട്ട് വരുന്ന ഒരാളുടെ ഓപ്ഷൻ. പക്ഷെ എനിക്ക് ഇതിൽ രണ്ടിലും നിൽക്കാൻ താല്പര്യമില്ല. എനിക്ക് പുതിയൊരു വഴിക്ക് സഞ്ചരിക്കാനാണ് ആഗ്രഹം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവരെ ഉപദ്രവിക്കാൻ തുടങ്ങി. കത്തി വെച്ചിട്ട് അവരുടെ സാമാനത്തിലിട്ടിട്ടാണ് അവൻ കുത്തുന്നത്. ഈ സമയം അവരും അവനെ ഉപദ്രവിക്കാൻ തുടങ്ങി. അതിനിടയിലാണ് അവന്റെ റൂംമേറ്റ് ഓടി വന്നിട്ട് അവന്മാരെ പിടിച്ചു മാറ്റുന്നത്. ഈ ഒരു അവസരത്തിൽ ഇവൻ വേഗം തന്നെ അവന്റെ റൂമിലേക്ക് പോവാണ്. അതിനുശേഷം അവന്റെ ഡയറി എടുത്ത് വായിക്കാൻ തുടങ്ങി. ഈ സമയം മറ്റവന്മാരൊക്കെ അകത്തേക്ക് കയറി വരാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവന്റെ റൂംമേറ്റ് ആണെങ്കിൽ ആ വാതിൽ ഇങ്ങനെ അടച്ചു പിടിക്കുകയാണ്. ഇവാനിപ്പോ വായിക്കുന്നത് പിള്ളേരെല്ലാരും കൂടെ ആ ജംഗിയാർഡിലേക്ക് പോയ സമയത്തെ കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ അവൻ ആ സമയത്തേക്ക് എത്തി. ഈ സമയം ഇവാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്നും ഒരു ഇരുമ്പിന്റെ കഷ്ണം എടുക്കുകയാണ്. എന്നിട്ട് അത് ലെന്നിയുടെ കയ്യിൽ കൊടുത്തതിന് ശേഷം ഒരു കാര്യം പറയാൻ തുടങ്ങി. നീ ഇപ്പൊ അവിടേക്ക് വന്നിട്ട് ആ കയറ് കട്ട് ചെയ്യണം എന്നാണ് അവൻ പറയുന്നത്. അവനിങ്ങനെ വിചിത്രമായിട്ട് പെരുമാറുന്നത് കണ്ടിട്ട് അവർക്കൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ അവർ വേഗം തന്നെ ടോമിയുടെ അടുത്തേക്ക് പോവാണ്. അങ്ങനെ അവർ ടോമിയുടെ അടുത്തേക്ക് എത്തി. ഈ സമയം ടോമി ആണെങ്കിൽ ആ തീ വെച്ചിട്ട് ക്രോക്കറ്റിനെ കത്തിക്കാൻ ഒരുങ്ങാണ്. ഈ സമയത്താണ് ഇവാൻ അവന്റെ അടുത്തൊരു കാര്യം പറയുന്നത്. നോക്കൂ ടോമി, നീ ക്രോക്കറ്റിനെ കൊല്ലരുത്. നീ എങ്ങാനും അതിനെ കൊന്നു കഴിഞ്ഞാൽ പിന്നീട് നിന്റെ ജീവിതം മൊത്തത്തിൽ മാറി മറിയും. നീ ജുവനൈൽ ഹോമിൽ പോകേണ്ടി വരും. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് അതിനെ കൊല്ലരുത് എന്നൊക്കെയാണ് ഇവാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവൻ അങ്ങനെയൊക്കെ പറയുമ്പോൾ ടോമി ആണെങ്കിൽ ആ പട്ടിയെ കൊല്ലാനുള്ള ആ തീരുമാനം അങ്ങോട്ട് മാറ്റുകയാണ്. എന്നാൽ ഈ സമയത്താണ് ഇവാൻ തീരെ പ്രതീക്ഷിക്കാത്ത മറ്റൊരു കാര്യം നടക്കുന്നത്. ലെന്നിയുടെ കയ്യിൽ അവൻ കൊടുത്ത ഇരുമ്പുണ്ടല്ലോ, അത് വെച്ചിട്ട് അവൻ ടോമിയെ കുത്തിക്കൊല്ലുകയാണ്. കാരണം ടോമി പറഞ്ഞിട്ടാണല്ലോ അവൻ ആ ഡൈനാമിറ്റ് വെച്ചതും ആ അമ്മയും കുഞ്ഞും മരിച്ചുപോയതും. മാത്രമല്ല അതിന്റെ പേരിൽ അവന് മാനസികമായിട്ടുള്ള ചില പ്രശ്നങ്ങളും ഉണ്ടായി. ഈ ഒരു കാരണം കൊണ്ടാണ് അവൻ ടോമിയെ കൊന്നു കളഞ്ഞത്. അതൊക്കെ കണ്ട് ഇവാൻ ആണെങ്കിൽ ആകെ ഞെട്ടിയിരിക്കുകയാണ്. ഈ ഒരു സംഭവം കൂടെ ആയപ്പോ ലെന്നിയുടെ മാനസിക നില മൊത്തത്തിൽ തെറ്റാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഇവാൻ തിരിച്ച് പ്രസന്റിലേക്ക് എത്തി. അവനിപ്പോ അവന്റെ ഹോസ്റ്റൽ റൂമിലാണ്. എന്നാൽ അവന് മൊത്തത്തിലൊരു മാറ്റം വന്നിട്ടുണ്ട്. കേലി ഇപ്പൊ അവന്റെ കൂടെ ഇല്ല. ആ മാറിയ ടൈം ലൈൻ ഒക്കെ അവന്റെ തലയിലൂടെ അങ്ങനെ കടന്നു പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവന്റെ മൂക്കിൽ നിന്ന് ഇങ്ങനെ ചോര വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതും കണ്ടുകൊണ്ടാണ് ആ തമ്പർ അങ്ങോട്ട് വരുന്നത്. ഈ ഒരു ടൈം ലൈനിൽ തമ്പർ അവന്റെ ഫ്രണ്ടാണ്. അവനിങ്ങനെ ചോര ഒലിപ്പിച്ച് കിടക്കുന്ന കാണുമ്പോൾ തമ്പർ ഉടനെ തന്നെ അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ ഡോക്ടർ അവനെ മൊത്തത്തിലൊന്ന് സ്കാൻ ചെയ്തു. ആ സ്കാനിങ്ങിൽ അയാൾ ഞെട്ടിക്കുന്ന ചില കാര്യങ്ങളാണ് കാണുന്നത്. 40 വർഷത്തെ ഓർമ്മകളായിരുന്നു കഴിഞ്ഞ വർഷം അവനെ സ്കാൻ ചെയ്തപ്പോൾ അവന്റെ ബ്രെയിനിൽ അയാൾക്ക് കാണാൻ സാധിച്ചത്. എന്നാൽ ഇപ്പൊ നോക്കുമ്പോൾ അതൊന്നുമില്ല. മൊത്തത്തിൽ അവന്റെ ബ്രെയിൻ ഒന്ന് റീസെറ്റ് ആയിരിക്കുകയാണ്. ഈ കാര്യങ്ങളൊക്കെയാണ് അയാൾ ഇപ്പൊ അവന്റെ അമ്മയുടെ അടുത്ത് പറയുന്നത്. ഇതെല്ലാം കേട്ടുകൊണ്ട് ഇവാനും അവിടെ ഇരിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ അവനറിയാലോ, അതുകൊണ്ട് തന്നെ അവൻ അത് വലിയ മൈൻഡ് ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ അവൻ ആ റൂമിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് ഡോക്ടറുടെ അവിടുത്തെ ആക്സസ് കാർഡും കൂടെ പൊക്കുന്നുണ്ട്. അതുകൊണ്ട് അവൻ പോകുന്നത് വേറൊരു റൂമിലേക്കാണ്.
ആ റൂമിനകത്താണ് ഈ ടൈം ലൈനിലെ ലെന്നിയെ കടത്തിയിരിക്കുന്നത്. അവന് മൊത്തത്തിൽ വട്ടായിട്ടുണ്ട്. എന്നാൽ ഇടയ്ക്കൊക്കെ അവൻ നോർമലാവും. ഇവാൻ അങ്ങോട്ട് ചെന്നിട്ട് അവനെ വിളിക്കുമ്പോൾ ലെന്നി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് നീ എനിക്ക് ആ ഇരുമ്പെടുത്ത് തന്നപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് എനിക്ക് സംഭവിക്കാൻ പോകുന്നത് എന്ന് നിനക്ക് നേരത്തെ അറിയാമായിരുന്നല്ലേ? അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പകരം നീയാണ് ഇവിടെ കിടക്കേണ്ടത് എന്നൊക്കെയാണ് അവൻ ദേഷ്യത്തോടെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കേൾക്കുന്ന ഇവാനാണെങ്കിൽ ഒന്നും മിണ്ടാതെ ആ റൂമിൽ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ കോളേജിലേക്ക് എത്തിയ ഉടനെ തന്നെ അവൻ വീണ്ടും അവന്റെ ഡയറി വായിക്കാൻ തുടങ്ങി. ഇത്തവണ അവന്റെ അച്ഛനെ കാണാൻ വേണ്ടി അവൻ പോയ കാര്യമാണ് അവനിപ്പോൾ വായിക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവൻ ആ സമയത്തേക്ക് എത്തി. അങ്ങനെ അച്ഛനെ കണ്ട ഉടനെ തന്നെ അവൻ കാര്യങ്ങളൊക്കെ അയാളുടെ അടുത്ത് പറയാണ്. അവന്റെ ആ സംസാരത്തിൽ നിന്നും അവൻ ഫ്യൂച്ചറിൽ നിന്ന് വന്നതാണ് എന്ന കാര്യം അയാൾക്ക് മനസ്സിലായി. കാരണം അയാളുടെ പ്രശ്നം അത് തന്നെയാണല്ലോ. അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ ഈ ടൈം ലൈൻ മൊത്തത്തിൽ ചേഞ്ച് ചെയ്യണം, അതിന് നിങ്ങൾ എന്നെ സഹായിക്കണം എന്നാണ്. അപ്പോൾ വലുതായി കഴിഞ്ഞാൽ തന്നെ പോലെ അവനും മെന്റൽ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും എന്ന് അയാൾക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അയാൾ അവന്റെ കഴുത്തിന് പിടിച്ചത്. അതോടൊപ്പം തന്നെ അവൻ പ്രസന്റിലേക്ക് തന്നെ തിരിച്ചെത്തി. എന്നാൽ ഇവിടെ ടൈം ലൈനിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. അടുത്തതായിട്ട് അവൻ പോകുന്നത് കേലിയെ കാണാൻ വേണ്ടിയിട്ടാണ്. ആദ്യം അവൻ ചെല്ലുന്നത് ആ റെസ്റ്റോറന്റിലേക്കാണ്. പക്ഷെ അവിടെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരാൾ അവിടെ വർക്ക് ചെയ്യുന്നില്ല എന്ന കാര്യം അവന് മനസ്സിലായി. പക്ഷെ എങ്ങനെയെങ്കിലും അവളെ കണ്ടുപിടിച്ച് അടങ്ങൂ എന്ന വാശിയിലാണ് അവൻ. അതുകൊണ്ട് തന്നെ അവൻ നേരെ പോകുന്നത് അവളുടെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ടാണ്, അതായത് ആ ജോർജിനെ. പക്ഷെ ആദ്യമൊന്നും അവൾ എവിടെയാണ് എന്ന കാര്യം അയാൾ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ അയാളെ പിടിച്ചിടിക്കാൻ തുടങ്ങി. അങ്ങനെ അയാളിൽ നിന്നാണ് അവൻ ആ ഞെട്ടിക്കുന്ന കാര്യം അറിയുന്നത്. ഈ ഒരു ടൈം ലൈനിൽ കേലി ഒരു സെക്സ് വർക്കറാണ്. അങ്ങനെ ഉടനെ തന്നെ അവൻ അവളെ കാണാൻ പോവാണ്. ഒരു വല്ലാത്ത രൂപത്തിലാണ് അവൾ അവിടെ നിൽക്കുന്നത്. വളരെ സങ്കടത്തോടെയാണ് അവളുടെ ആ അവസ്ഥ അവൻ നോക്കി കാണുന്നത്. അങ്ങനെ കുറെ സമയം അവരവിടുത്തെ റെസ്റ്റോറന്റിലിരുന്ന് സംസാരിക്കുന്നുണ്ട്. അവളാണെങ്കിൽ അടിച്ച് നല്ല ഫിറ്റാണ്. ആ സംസാരത്തിനിടയിൽ അവന്റെ ആ ടൈം ട്രാവലിനെ കുറിച്ചിട്ടൊക്കെ അവൻ അവളുടെ അടുത്ത് പറയുന്നുണ്ട്. പക്ഷെ അതൊരു ഫാന്റസി ആയിട്ടാണ് അവൾക്ക് മനസ്സിലായത്. എങ്കിലും അവള് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിനക്ക് അങ്ങനെ ഒരു കഴിവുണ്ടെങ്കിൽ നീ ആദ്യം ചെന്ന് രക്ഷിക്കേണ്ടത് നമ്മൾ ഡൈനാമിറ്റ് വെച്ച് കൊന്നു കളഞ്ഞ ആ അമ്മയും കുഞ്ഞിനെയുമാണ്, അല്ലാതെ എന്റെ ജീവിതം നന്നാക്കാൻ വരികയല്ല വേണ്ടത് എന്നൊക്കെ ദേഷ്യത്തോടെ പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. ആ ഒരു അവസ്ഥയിൽ കേലിയെ കണ്ടതുകൊണ്ട് തന്നെ അവന്റെ ആ ടൈം ലൈൻ വീണ്ടും ചേഞ്ച് ചെയ്യാനാണ് അവൻ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ അവൻ വേഗം തന്നെ അവന്റെ ഹോസ്റ്റലിൽ എത്തിയിട്ട് അവന്റെ ഡയറി എടുക്കുകയാണ്. ഇത്തവണ അവൻ വായിക്കുന്നത് അവർ ആ ലെറ്റർ ബോക്സിന്റെ മുന്നിലേക്ക് പോയ കാര്യമാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവൻ ആ സമയത്തേക്ക് എത്തി. ഈ സമയം അവൻ നോക്കുമ്പോൾ ആ ലേഡി ഇപ്പോൾ ആ ലെറ്റർ ബോക്സിന്റെ അടുത്തേക്ക് നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ട ഉടനെ തന്നെ അവൻ ആ ലെറ്റർ ബോക്സിന്റെ അടുത്തേക്ക് ഓടാൻ തുടങ്ങി. അങ്ങനെ അവൻ ആ ലെറ്റർ ബോക്സിന്റെ അടുത്തെത്തിയിട്ട് ഉറക്കെ അവരോട് സംസാരിക്കുകയാണ്. ഇതിന്റെ അടുത്തേക്ക് വരല്ലേ, നിങ്ങൾ വേഗം പുറകിലേക്ക് പോ എന്നാണ് അവൻ വിളിച്ചു പറയുന്നത്. ഈ സമയം ടോമി വേഗം ചെന്നിട്ട് ആ ലേഡി അവിടെ നിന്ന് പിടിച്ചു മാറ്റുകയാണ്. അതോടൊപ്പം തന്നെ ആ ലെറ്റർ ബോക്സ് പൊട്ടിത്തെറിക്കുന്നു. ഇവാനിപ്പോ അതിന്റെ അടുത്താണല്ലോ നിൽക്കുന്നത്. ആ പൊട്ടിത്തെറിയിൽപ്പെട്ട് അവൻ പുറകിലേക്ക് തെറിച്ചു വീഴാണ്. അങ്ങനെ അവൻ പെട്ടെന്ന് തന്നെ പ്രസന്റിലേക്ക് എത്തി. ഈ സമയം നോക്കുമ്പോൾ അവൻ ഹോസ്റ്റലിൽ തന്നെയാണ് കിടക്കുന്നത്. എന്നാൽ ഇവിടെ അവന്റെ റൂംമേറ്റ് ആയിട്ടുണ്ടായിരുന്നത് ലെന്നിയാണ്. ഈ ടൈം ലൈനിൽ അവന് മാനസികമായിട്ട് ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ട് തന്നെ അവന് ശരിക്കും സന്തോഷമായി. എന്നാൽ ഈ സമയത്താണ് അവൻ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവന് 2 കൈകളില്ല. ആ ഡൈനാമിറ്റ് പൊട്ടിയതുകൊണ്ട് അവന്റെ 2 കൈകളും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ആ ചേഞ്ച് ആയ ടൈം ലൈനിലെ കാര്യങ്ങൾ മൊത്തം അവന്റെ തലയിലേക്ക് വരുന്നത്. അതോടൊപ്പം തന്നെ അവന്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരാൻ തുടങ്ങി. അത് കണ്ട ഉടനെ ലെന്നിയാണ് അവന്റെ അടുത്തേക്ക് ഓടി വരുന്നത്. ഈ സമയത്താണ് ഞെട്ടിക്കുന്ന മറ്റൊരു കാഴ്ച അവൻ കാണുന്നത്. ഈ ടൈം ലൈനിൽ ലെന്നിയുടെ ഗേൾ ഫ്രണ്ട് ആണ് കേലി. അവർ ഒരുമിച്ചായിരുന്നു ആ ബെഡിൽ കിടന്നിരുന്നത്. അങ്ങനെ പിറ്റേ ദിവസം അവർ അവനെയും കൊണ്ട് വെളിയിലേക്ക് ഇറങ്ങാണ്. ഈ സമയത്താണ് അടുത്ത ഞെട്ടിക്കുന്ന കാഴ്ച അവൻ കാണുന്നത്. ഈ ടൈം ലൈനിൽ ടോമി നല്ലൊരു മനുഷ്യനാണ്. ഇവാന്റെ കൈകൾ നഷ്ടപ്പെട്ടെങ്കിലും അവന്റെ ഫ്രണ്ട്സിന്റെ കാര്യമൊക്കെ ഓക്കെയാണ്. ആ കാര്യത്തിൽ അവനൊരു സമാധാനമുണ്ട്. പക്ഷെ കേലി ഇപ്പോ അവന് ഗേൾ ഫ്രണ്ട് അല്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു വിഷമം അവനുണ്ട്. അങ്ങനെ അവൻ അവന്റെ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുകയാണ്. റൂമിലേക്ക് എത്തിയ ഉടനെ തന്നെ അവൻ ബാത്ടബിലേക്ക് കയറിയിട്ട് അതിൽ നിറച്ച വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങാൻ തുടങ്ങി. എന്നാൽ അവന്റെ പ്രതീക്ഷ മൊത്തം തെറ്റി. ഈ സമയത്താണ് ടോമി അങ്ങോട്ട് വന്നിട്ട് അവനെ പുറത്തേക്ക് ഇറക്കുന്നത്. എന്നിട്ട് അവനെ ഓരോന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ തന്റെ 3 ഫ്രണ്ട്സിന്റെയും ജീവിതം നല്ല രീതിയിലാണ് പോണെന്ന് അറിഞ്ഞിട്ട് അവനൊരു സന്തോഷം ഉണ്ടെങ്കിലും മറ്റൊരു കാര്യം അറിയുമ്പോൾ അവൻ ശരിക്കും ഞെട്ടിപ്പോവാണ്. ഈ ടൈം ലൈനിൽ പ്രശ്നം അവന്റെ അമ്മയ്ക്കാണ്. ഈ ഒരു സമയത്ത് ടോമി അവനെയും വിളിച്ചുകൊണ്ട് അവന്റെ അമ്മയുടെ അടുത്തേക്കാണ് പോകുന്നത്. ഇവാന്റെ അമ്മയ്ക്ക് ക്യാൻസർ ആണ്. ആ ഡൈനാമിറ്റ് പൊട്ടി അവന്റെ 2 കൈയും പോയല്ലോ. അന്ന് മുതൽ വിഷമത്തിന്റെ പേരിൽ അവർ കുറെ സിഗരറ്റ് വലിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് അവർക്ക് ക്യാൻസർ വന്നത്. ഇനി ടൈം ലൈൻ ഒന്നും മാറ്റണ്ട എന്നായിരുന്നു അവൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അവന്റെ അമ്മയ്ക്ക് പ്രശ്നം പറ്റിയതുകൊണ്ട് തന്നെ അമ്മയെ രക്ഷിക്കാൻ ആ ടൈം ലൈൻ മാറ്റിയേ പറ്റൂ. അതിനുവേണ്ടി അവൻ വീണ്ടും ഹോസ്റ്റലിലേക്ക് ചെന്നിട്ട് അവന്റെ ബുക്ക് എടുക്കുകയാണ്. അവനെടുക്കാൻ പറ്റാത്തതുകൊണ്ട് അവൻ പറഞ്ഞതിനെ തുടർന്ന് ലെന്നിയാണ് അത് എടുത്തു കൊടുക്കുന്നത്. ഇനിയിപ്പോൾ എല്ലാരെയും രക്ഷിക്കണമെങ്കിൽ അവൻ ആകെ ചെയ്യാനുള്ളത് ഒരേ ഒരു കാര്യമാണ്. ആ ഡൈനാമിറ്റ് വെച്ച് പൊട്ടിച്ചതാണ് എല്ലാത്തിന്റെയും കാരണം. അപ്പൊ ആ ഡൈനാമിറ്റ് എടുത്ത് മാറ്റണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആർക്കും ഒരു പ്രശ്നവും ഉണ്ടാവത്തില്ല. അതുകൊണ്ട് തന്നെ ആ ദിവസത്തിലേക്ക് പോകാനാണ് അവനിപ്പോൾ ശ്രമിക്കുന്നത്. അങ്ങനെ അവൻ ആദ്യം നോക്കുന്നത് അവന്റെ അമ്മ ജോലിക്ക് പോകുന്നതിന് മുമ്പ് അവനെ ജോർജിന്റെ വീട്ടിലേക്ക് ആക്കിയില്ലായിരുന്നു. അന്നത്തെ ദിവസം രാവിലെ അവൻ ഡയറി എഴുതുന്നില്ലായിരുന്നു. ആ ഒരു സമയത്തേക്കാണ് അവനിപ്പോൾ പോകുന്നത്. അങ്ങനെ അവിടേക്ക് എത്തിയ ഉടനെ തന്നെ അവൻ കിച്ചണിൽ ചെന്നിട്ട് ആ കത്തി എടുക്കുകയാണ്. അങ്ങനെ കത്തിയെടുത്ത് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് അവന്റെ അമ്മ അവിടേക്ക് വരുന്നത്. അതോടൊപ്പം തന്നെ അവൻ പ്രസന്റിലേക്ക് തന്നെ എത്തി. ഈ ഒരു ടൈം ട്രാവലിൽ അവൻ ഒരു മാറ്റവും വരുത്താൻ പറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ ആ ഡൈനാമിറ്റ് എടുത്ത് മാറ്റണമെങ്കിൽ ജോർജ് ആ വീഡിയോ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്ത ആ സമയത്തേക്കാണ് അവന് പോകേണ്ടത്. അങ്ങനെ പെട്ടെന്ന് തന്നെ
അവൻ ആ സമയത്തേക്ക് എത്തി. ഈ സമയം ജോർജ് ആണെങ്കിൽ അവരെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ക്യാമറ ഒക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അവൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഞാനൊന്ന് ഡ്രസ്സ് മാറിയിട്ട് വരാമെന്നും പറഞ്ഞിട്ട് അകത്തേക്ക് നടക്കാൻ തുടങ്ങി. ഒരു ഫ്ലാസ്കിന്റെ അകത്താണല്ലോ ആ ഡൈനാമിറ്റ് ഇട്ട് വെച്ചിരിക്കുന്നത്. അവൻ വേഗം തന്നെ അത് പുറത്തേക്ക് എടുക്കാണ്. അതിനുശേഷം അത് കത്തിക്കാൻ തുടങ്ങി. അത് കാണുമ്പോൾ നീ എന്ത് ഭ്രാന്താണ് ഈ കാണിക്കുന്നത്, അത് പൊട്ടിക്കഴിഞ്ഞാൽ ഇവിടെ മൊത്തം താർന്നു പോവും, അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ ജോർജ് അവിടെ നിന്ന് പറയുന്നുണ്ട്. എന്നാൽ അയാളെ കുറെ തെറിയും പറഞ്ഞിട്ട് അവൻ ആ ഡൈനാമിറ്റ് കത്തിക്കുകയാണ്. അത് കണ്ട ഉടനെ തന്നെ ജോർജ് ആണെങ്കിൽ അവന്റെ കയ്യിൽ നിന്ന് അത് മേടിച്ച് താഴേക്കിടുകയും ചെയ്യുന്നു. എന്നാൽ ഈ സമയത്താണ് കെയിലി ചെന്നിട്ട് അത് എടുക്കുന്നത്. അതോടൊപ്പം തന്നെ അത് പൊട്ടിത്തെറിക്കുകയാണ്. അങ്ങനെ ടൈം ലൈൻ മൊത്തത്തിൽ ചേഞ്ച് ആയി. അവനിപ്പോ ഒരു മെന്റൽ ഹോസ്പിറ്റലിലാണ് കിടക്കുന്നത്. അതായത് കെയിലി മരിച്ചത് കാരണം അവന് ഭ്രാന്തായി. മാത്രമല്ല അവന്റെ ബ്രെയിനിനും നല്ല രീതിയിൽ ഡാമേജ് പറ്റിയിട്ടുണ്ട്. ഇതൊക്കെ കൊണ്ട് തന്നെ കോടതിയാണ് അവന് മെന്റൽ ഹോസ്പിറ്റലിലേക്ക് വിട്ടത്. അങ്ങനെ അവിടെ നിന്ന് എഴുന്നേറ്റ ഉടനെ തന്നെ അവൻ നേരെ പോകുന്നത് ആ ഡോക്ടറിനെ കാണാനാണ്. അയാളെ കാണുമ്പോൾ അവൻ ചോദിക്കുന്നത് എന്റെ ഡയറികളൊക്കെ എവിടെയെന്നാണ്. അത് കേൾക്കുമ്പോൾ ആ ഡോക്ടർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ നീ വീണ്ടും തുടങ്ങിയോ? നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞു, നീ ഇപ്പൊ മനസ്സിൽ സങ്കല്പിക്കുന്ന ഈ ടൈം ട്രാവലും കാര്യങ്ങളൊക്കെ നിന്റെ വെറും സങ്കല്പങ്ങൾ മാത്രമാണ്. അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിച്ചിട്ടില്ല. മാത്രമല്ല നീ എഴുതിയെന്ന് പറയുന്ന ഡയറികളൊക്കെ നിന്റെ തോന്നല് മാത്രമാണ്. അങ്ങനെ ഒരു ഡയറിയും നീ എഴുതിയിട്ടില്ല എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. മാത്രമല്ല അയാൾ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. നിന്റെ ഇപ്പത്തെ ഈ സംസാരം കേൾക്കുമ്പോൾ നിന്റെ അച്ഛൻ എന്നോട് സംസാരിച്ച പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷെ അയാൾ ചോദിച്ചത് ഡയറി ആയിരുന്നില്ല, ചില ഫോട്ടോസ് ഒക്കെയാണ് അയാൾ എന്നോട് ചോദിച്ചത് എന്നൊക്കെയാണ് ഡോക്ടർ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് അവൻ അച്ഛന്റെ പെട്ടി പരിശോധിച്ചപ്പോൾ കുറെ ഫോട്ടോസ് കിട്ടിയിട്ടില്ലായിരുന്നു. അത് വെച്ചിട്ടാണ് അച്ഛൻ ടൈം ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നത് എന്ന കാര്യം അവന് മനസ്സിലായി. അങ്ങനെ അവൻ വീണ്ടും വീണ്ടും ആ ഡയറി തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറെ നേരം അവൻ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ ബോധം കെട്ട് താഴേക്ക് വീഴുകയും ചെയ്യുന്നു. ഈ സമയമാകുമ്പോഴേക്കും അവന്റെ അമ്മ അങ്ങോട്ട് വന്നിട്ടുണ്ട്. അവനെ സ്കാൻ ചെയ്തതിനു ശേഷം ഡോക്ടർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ ബ്രെയിനിന് ശരിക്കും ഡാമേജ് വന്നിട്ടുണ്ടെന്നാണ്. അതൊക്കെ കേട്ട് അവന്റെ അമ്മയാണെങ്കിൽ ശരിക്കും കരയാൻ തുടങ്ങി. ഈ ഒരു ടൈം ലൈനിൽ അവന്റെ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല. ഈ സമയത്താണ് ഇവാൻ അങ്ങോട്ട് വരുന്നത്. അവൻ അവന്റെ അമ്മയുടെ അടുത്ത് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാറില്ലായിരുന്നോ? അതിന്റെ കാസറ്റ് ഞാൻ നിങ്ങളോട് എടുക്കാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ? അത് കൊണ്ടുവന്നിട്ടുണ്ടോ എന്നാണ് അവൻ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഉണ്ട് മോനെ, അത് ഞാൻ അപ്പുറത്തെ റൂമിൽ വെച്ചിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. അത് കേട്ട ഉടനെ അവൻ ആ റൂമിലേക്ക് ഓടുകയാണ്. അങ്ങനെ അവൻ ആ റൂമിലെത്തി. അതിനുശേഷം അവിടുത്തെ ഒരു വലിയ സോഫ വെച്ചിട്ട് ആ വാതിൽ മറച്ചു വെക്കുകയാണ്. ഈ ഒരു സീനാണ് ഈ സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ടത്. എന്നിട്ട് അവൻ നേരെ പോകുന്നത് ആ മേശയുടെ അടിയിലേക്കാണ്. അതിനുശേഷം അവൻ ആ കാര്യങ്ങളൊക്കെ അവിടെ എഴുതാൻ തുടങ്ങി. ഇതാരെങ്കിലും കാണുകയാണെങ്കിൽ എന്റെ പ്ലാനുകളൊന്നും വർക്കൗട്ട് ആയിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. ചിലപ്പോൾ ഞാൻ മരിച്ചു പോയിട്ടുണ്ടാവും. ഈ സമയമാകുമ്പോഴേക്കും ഡോക്ടറും അവിടുത്തെ സെക്യൂരിറ്റീസ് ഒക്കെ അവനെയും തെരഞ്ഞു നടക്കുന്നുണ്ട്. അങ്ങനെ അവൻ ആ കാര്യങ്ങളൊക്കെ എഴുതി കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ പ്രൊജക്ടർ ഓൺ ആക്കുകയാണ്. അതിലിപ്പോ പ്ലേ ചെയ്യുന്നത് അവന്റെ അമ്മ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്തെ വീഡിയോ ആണ്. ഇവൻ ഉടനെ തന്നെ അതിലേക്ക് ഇങ്ങനെ തുറച്ചു നോക്കാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ അവൻ അവന്റെ അമ്മയുടെ വയറ്റിന്റെ അകത്തേക്കാണ് പോകുന്നത്. ഇപ്പോൾ ഈ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അകത്താണ് അവനിപ്പോഴുള്ളത്. ഈ സമയം അവന്റെ അമ്മയെ ലേബർ റൂമിന്റെ അകത്തേക്ക് കൊണ്ടുപോവാണ്. അവരാണെങ്കിൽ വേദന എടുത്ത് വല്ലാണ്ട് കരയാൻ തുടങ്ങി. ഇതുവരെ കുഴപ്പമൊന്നും ഇല്ലാതിരുന്നിട്ട് ഇപ്പൊ അവർക്ക് ഇങ്ങനെ വേദന വരുന്നത് കാണുമ്പോൾ ഡോക്ടേഴ്സ് ഉടനെ തന്നെ അവരുടെ വയറ് സ്കാൻ ചെയ്യാൻ തുടങ്ങി. പൊക്കൽ കൊടി കുഞ്ഞിന്റെ കഴുത്തിൽ ചുറ്റിയിരിക്കുന്നതായിട്ടാണ് അവർക്ക് കാണാൻ സാധിച്ചത്. അത് ഇവാന്റെ പണി തന്നെയായിരുന്നു. അവനിപ്പോ ആ പൊക്കൽ കൊടിയിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അവനെ നേരത്തെ കൈ നോക്കാൻ വന്ന ആ സ്ത്രീ പറഞ്ഞൊരു ഡയലോഗ് ഇല്ലായിരുന്നു, നിനക്ക് ജീവിതരേഖയില്ല, നിനക്ക് ആത്മാവില്ല, ഈ ലോകത്ത് നീ ജനിക്കാൻ പാടില്ലാത്തവനാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ ഒരു വോയിസ് ഓവർ ആയിട്ട് കേൾക്കുന്നുണ്ട്. അതായത് ആർക്കും തന്നെ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ ഇനി ജനിക്കണ്ട എന്ന് അവൻ തന്നെ അങ്ങോട്ട് തീരുമാനിച്ചു. അങ്ങനെ ഇവാനിപ്പോ അവന്റെ അമ്മയുടെ വയറ്റിൽ കിടന്ന് മരിച്ചിരിക്കുകയാണ്. ഇതോടുകൂടെ മൊത്തം ടൈം ലൈനിലും മാറ്റം വന്നിരിക്കുകയാണ്. ഈ ടൈം ലൈനിൽ കേലിയും ടോമിയും നല്ല രീതിയിലാണ് വളർന്നത്. കാരണം അവരുടെ പാരന്റ്സ് ഡിവോഴ്സ് ആയെങ്കിലും കേലി ഇപ്പോ അവളുടെ അമ്മയുടെ കൂടെയാണ് ജീവിക്കുന്നത്. മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് ടോമി അങ്ങോട്ട് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ആ ഡൈനാമിറ്റ് പൊട്ടിത്തെറിച്ച് മരിച്ച ആ ലേഡി ഉണ്ടല്ലോ, അവർക്കും ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. ലെന്നിയും വളരെ സന്തോഷത്തോടെ തന്നെയാണ് ജീവിക്കുന്നത്. അങ്ങനെ അവരുടെ കുട്ടിക്കാലൊക്കെ ഓക്കെ ആയിരുന്നു. ഇപ്പൊ അവരൊക്കെ വളർന്നു വലുതായി. ഇന്നത്തെ ദിവസം കേലിയുടെ കല്യാണമാണ്. അതെ, തന്റെ മരണം കൊണ്ട് തന്റെ സുഹൃത്തുക്കളുടെയും തനിക്ക് വേണ്ടപ്പെട്ടവരുടെയും എല്ലാവരുടെയും ജീവൻ ഇവാൻ രക്ഷിച്ചിരിക്കുകയാണ്. ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? എന്താണെങ്കിലും ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. ഒരു 300 കമന്റ് ആണ് ഈ വീഡിയോയ്ക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കിടിലനൊരു സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.